ഇന്ന് നമ്മൾ മൂന്നാമത്തെ വീഡിയോയിലേക്കാണ് കടക്കുന്നത് ഈ കോഴ്സിന്റെ. അപ്പം നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചാലഞ്ചസ് ഇൻ എംഎലും പിന്നെ റിഗ്രഷൻ മോഡൽസും ലോജിസ്റ്റിക് റിഗ്രഷനുമാണ് നോക്കിയത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടുത്ത ടോപ്പിക് വെച്ച് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ലോജിസ്റ്റിക് റിഗ്രഷൻ ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ലോജിസ്റ്റിക് റിഗ്രഷൻ ഇസ് എ ക്ലാസിഫിക്കേഷൻ അൽഗോരിതം നോട്ട് എക്സാക്ട്ലി റിഗ്രഷൻ ഡിസ്പൈറ്റ് ദ നെയിം. അപ്പോൾ റിഗ്രഷൻ എന്ന് നമ്മളതിൽ പറയുന്നെങ്കിലും അതൊരു ട്രഡീഷണൽ സെൻസ് ഓഫ് റിഗ്രഷൻ അല്ല. കാര്യം അതിൽ പ്രഡിക്ഷൻ അല്ല വരുന്നത്, ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. എന്നാലും അതിനെ റിഗ്രഷൻ എന്ന് വിളിക്കുന്നത് അത് ഫീച്ചർ സ്പേസിലേക്ക് ഒരു ലൈനിനെ ഫിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഫീച്ചർ സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ ഫുള്ള് റിസൈഡ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ്. ആ സ്പേസിലേക്ക് ഒരു ലൈനിനെ ഫിറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ ഫീച്ചർ പ്ലെയിൻ രണ്ടായിട്ട് ഡിവൈഡ് ആവും. എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഏത് സൈഡിലേക്കാണ് വരുന്നത് എന്നനുസരിച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷൻ പെർഫോം ചെയ്യുക. അതുകൊണ്ടാണ് അതിനെ റിഗ്രഷൻ എന്ന് വിളിക്കാൻ കാരണം. It is used to predict the probability that an instance belongs to a particular class, typically a binary classification. ഇവിടെ ഇപ്പോൾ ബൈനറി ക്ലാസിഫിക്കേഷൻ എന്ന് എടുത്ത് പറയാൻ കാര്യം ലൈൻ ആയതുകൊണ്ടാണ്. ലൈൻ ആയതുകൊണ്ട് തന്നെ പ്ലെയിനിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം രണ്ട് ക്ലാസ് ആണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. ഹയർ ഓർഡർ ലോജിസ്റ്റിക് റിഗ്രഷൻ ഉണ്ട്. അവിടെ ഡിസിഷൻ ബൗണ്ടറി കർവ് ആയിട്ട് വരും. ഡിസിഷൻ ബൗണ്ടറി എന്ന് പറയുന്നത് നമ്മൾ ഫിറ്റ് ചെയ്തെടുത്ത ആ ലൈനാണ്. ഇവിടെയും ലൈൻ തന്നെയാണ്. നമ്മൾ ലൈൻ ഫിറ്റ് ചെയ്തെടുക്കും. എന്നിട്ട് അതിനെ ഈ സിഗ്മോയിഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിലോട്ട് ഫീഡ് ചെയ്യും. സിഗ്മോയിഡ് ഫംഗ്ഷനിൽ ഫീഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു പ്രോബബിലിറ്റിയാണ്. ഏത് സൈഡിലേക്കാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രോബബിലിറ്റിയാണ് നമുക്ക് കിട്ടുക. ഇനി ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ട്. നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന റോ ഔട്ട്പുട്ട്, ഇവിടുത്തെ ഈ റോ ഔട്ട്പുട്ടിനെ നമ്മൾ ലോജിറ്റ് എന്ന് വിളിക്കും. ഈ കിട്ടുന്ന റോ ഔട്ട്പുട്ടിനെ നമ്മൾ ലോജിറ്റ് എന്ന് വിളിക്കും. അപ്പം എനിക്ക് ലോജിറ്റ് ഓഫ് പി ഈസ് ഈക്വൽ ടു നാച്ചുറൽ ലോഗ് ഓഫ് പി അപ്പോൺ 1 മൈനസ് പി ഈസ് ഈക്വൽ ടു വൈ എന്ന് എഴുതാം. ഇവിടെ പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റിയാണ്. അപ്പം ലോജിറ്റിലേക്ക് ഞാൻ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത് പ്രോബബിലിറ്റിയാണ്. അതൊരു കൈൻഡ് ഓഫ് ഇൻവേഴ്സ് ആണെന്ന് പറയുന്നത്, ഒരു ഓപ്പോസിറ്റ് ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നമ്മൾ പ്രോബബിലിറ്റിയാണ് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷന്റെ ഒരു ഇൻവേഴ്സ് കൈൻഡ് ഓഫ് വർക്കാണ് ഇത് ഇവിടെ ചെയ്യുന്നത്. പ്രോബബിലിറ്റി ഫീഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്താണ് ഇത് കമ്പ്യൂട്ട് ചെയ്ത് ലോഗ് ഓഡ്സ് കമ്പ്യൂട്ട് ചെയ്ത് തരുന്നത്. ഇവിടെ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ ലോഗ് ഓഡ്സ് എന്ന് പറയും. ഇതിനെ ലോഗ് ഓഡ്സ് എന്ന് പറയും. ലോഗ് ഓഡ്സ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെന്റ്സ് ഹൗ സ്ട്രോങ്ലി സംതിങ് ഇസ് ലൈക്ലി ടു ഹാപ്പൻ വേഴ്സസ് നോട്ട് ഹാപ്പൻ. ഒരു കാര്യം സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും തമ്മിലുള്ള പ്രോബബിലിറ്റിയുടെ ഒരു കമ്പാരിസൺ ആണ് അവിടെ വരുന്നത്. സ്ട്രെച്ച്ഡ് ഓൺ ടു എ സ്കെയിൽ വെർ 0 മീൻസ് ഈക്വൽ ചാൻസസ്, പോസിറ്റീവ് value means increasing likelihood and negative value means decreasing likelihood. അതിന് ആ സ്കെയിലിൽ വരുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ 0 വരികയാണെങ്കിൽ ഈക്വൽ ചാൻസ് ആണ്, പോസിറ്റീവ് വരികയാണെങ്കിൽ ഇൻക്രീസിങ് ലൈക്ലിഹുഡ് ആണ്, നെഗറ്റീവ് വരികയാണെങ്കിൽ ഡിക്രീസിങ് ലൈക്ലിഹുഡ് ആണ്. അപ്പം ലോഗ് ഓഡ്സ് ജസ്റ്റ് കാണിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് ഹൗ സ്ട്രോങ്ലി സംതിങ് ഇസ് ലൈക്ലി ടു ഹാപ്പൻ വേഴ്സസ് നോട്ട് ഹാപ്പൻ. അത് പിന്നെ ഈ ഔട്ട്പുട്ട് കിട്ടുന്നത് 0-ന്റെയും 1-ന്റെയും ഇടയിലായിരിക്കും. കാര്യം ഇവിടെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തെടുക്കുന്നത് പ്രോബബിലിറ്റി ആയതുകൊണ്ട് തന്നെ 1-ൽ കൂടാനും പറ്റത്തില്ല, 0-ൽ കുറയാനും പറ്റത്തില്ല. പിന്നെ ലോജിസ്റ്റിക് റിഗ്രഷൻ ഇസ് മാത്തമാറ്റിക്കലി സിമിലർ ടു ലീനിയർ റിഗ്രഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലീനിയർ റിഗ്രഷനായിട്ട് മാത്തമാറ്റിക്കലി അത് നല്ല സിമിലർ ആണ്. ലൈനാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇൻ ഹൗ ഇറ്റ് കമ്പ്യൂട്ട്സ് ദി റോ ഔട്ട്പുട്ട്. നേരത്തെ പറഞ്ഞതുപോലെ ലോജിറ്റ്. Logistic regression uses the same linear computation as linear regression, but then wraps it in a sigmoid function to turn it into a probability for classification. ഓരോ സൈഡിലോട്ട് പോകുന്ന എവിടെയാണ് വന്ന് വീഴുന്നത് എന്ന് അറിയാനുള്ള പ്രോബബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യാനാണ് സിഗ്മോയിഡ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. Basically, it fits the line onto the feature space called the decision boundary and classifies items based on probability of falling on either sides. അതാണ് ബേസിക്കലി ലോജിസ്റ്റിക് റിഗ്രഷനിൽ സംഭവിക്കുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കെ മീൻസ് ക്ലസ്റ്ററിംഗ് ആണ്. ലോജിസ്റ്റിക് റിഗ്രഷൻ ഒരു സൂപ്പർവൈസ്ഡ് ലേണിംഗ് ടെക്നിക് ആയിരുന്നു. അവിടെ ലേബിൾഡ് ഡേറ്റ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അവിടെ നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ലേബിൾഡ് ഡേറ്റയാണ്. എന്നാൽ കെ മീൻസ് ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത് അൺലേബിൾഡ് ഡേറ്റയാണ് ഉപയോഗിക്കുന്നത്. അത് കാരണം തന്നെ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതമാണ് കെ മീൻസ് ക്ലസ്റ്ററിംഗ്. ഇവിടെ ഒരു
ഡേറ്റ ലേബൽ ഇല്ലാണ്ട് ഫീച്ചർ സ്പേസിൽ ഇങ്ങനെ കിടക്കും. അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാനായിട്ട് ഒരു അൽഗോരിതം പെർഫോം ചെയ്യും. K-means clustering is an unsupervised learning algorithm used for clustering unlabeled data into K distinct groups based on similarity. സിമിലാരിറ്റിയെ ബേസ് ചെയ്ത് ഫീച്ചർ സ്പേസിൽ കിടക്കുന്ന ഡേറ്റയെ ക്ലാസിഫൈ ചെയ്തെടുക്കാനാണ് K-means clustering ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഇത് അൺലേബിൾഡ് ഡേറ്റയാണ്. അത് കാരണം തന്നെ ഇതിന് ലേബിൾസ് കാണത്തില്ല. ഇതിനെ K ഡിസ്റ്റിങ്ക്ട് ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിക്കും. കെയ്ക്ക് നമ്മളൊരു വാല്യൂ കൊടുക്കും, 3, 2, എത്ര ക്ലാസ്സിലോട്ടാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് വീഴ്ത്താൻ നോക്കുന്നത് എന്ന അനുസരിച്ച് നമുക്ക് അതിനൊരു വാല്യൂ കൊടുക്കാം. ഇവിടെ ഗിവൺ ആയിട്ട് എന്തൊക്കെയായിരിക്കും കാണുക? ഡേറ്റ സെറ്റ് വിത്ത് എം പോയിന്റ്സ്, നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് K. നമ്മുടെ കയ്യിലുള്ള ഡേറ്റ സെറ്റ് പിന്നെ നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ്, ഇത്ര മാത്രമേ ഇവിടെ കാണത്തുള്ളൂ. ഇതിലെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ഇവിടെ ഞാൻ ജസ്റ്റ് സ്റ്റെപ്സ് പറയാം, അടുത്ത സ്ലൈഡിൽ അത് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നമുക്ക് കാണാം. സ്റ്റെപ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഫീച്ചർ സ്പേസിലേക്ക് നമ്മൾ K സെൻട്രോയിഡ്സ് റാൻഡംലി ഇൻട്രൊഡ്യൂസ് ചെയ്യും. എത്ര ക്ലാസ് ആണോ വേണ്ടത് അത്രയും സെൻട്രോയിഡ്സിനെ നമ്മൾ റാൻഡംലി ഫീച്ചർ സ്പേസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് അസൈൻ ഈച്ച് ഡേറ്റ പോയിന്റ് ടു ദി നിയറസ്റ്റ് സെൻട്രോയിഡ്. ഇതിലുള്ള ഓരോ ഡേറ്റ പോയിന്റിനെയും നിയറസ്റ്റ് സെൻട്രോയിഡിലേക്ക് അസൈൻ ചെയ്യും ബേസ്ഡ് ഓൺ യൂക്ലീഡിയൻ ഡിസ്റ്റൻസ്. അതായത് 2D സ്പേസിലെ ഡിസ്റ്റൻസ്, നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിൽ ഏറ്റവും കുറവ് ഡിസ്റ്റൻസ് ഉള്ള ഏറ്റവും അടുത്തുള്ള സെൻട്രോയിഡിലേക്ക് നമ്മൾ അസൈൻ ചെയ്യും ഓരോ ഡേറ്റ പോയിന്റിനെയും. അപ്ഡേറ്റ് ഈച്ച് സെൻട്രോയിഡ് ടു ബി ദ മീൻ ഓഫ് ഓൾ പോയിന്റ്സ് അസൈൻ ടു ഇറ്റ്. ഓരോ സെൻട്രോയിഡിനെയും അതിൽ അസൈൻ ചെയ്തിരിക്കുന്ന എല്ലാ പോയിന്റ്സിന്റെയും മീനിലേക്ക് നമ്മൾ നീക്കിക്കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോൾ വരെ? ഇങ്ങനെ നമ്മൾ ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിപ്പീറ്റ് അസൈൻമെന്റ് പ്ലസ് അപ്ഡേറ്റ് സ്റ്റെപ്സ് അണ്ടിൽ സെൻട്രോയിഡ് സ്റ്റോപ്സ് ചേഞ്ചിങ് ഓർ മാക്സ് ഐട്രേഷൻസ്. നമ്മളൊരു ഐട്രേഷൻ സെറ്റ് ചെയ്ത് വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ഇങ്ങനെ ഐട്രേഷൻ കൂടി വരുന്ന സമയത്ത് ശ്രദ്ധിക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും സെൻട്രോയിഡ്സ് നീങ്ങാൻ പോകുന്നത് നിൽക്കും. അതിനൊരു സ്റ്റെബിലിറ്റി വരും. നമ്മൾ ഇങ്ങനെ ഓരോ ഐട്രേഷനിൽ ഇങ്ങനെ കൂട്ടി പോകുമ്പോഴത്തേക്കും ഈ ഡേറ്റ പോയിന്റ്സ് എല്ലാം ഓരോ ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഫോം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അധികം അതിൽ ചേഞ്ച് വരാണ്ട് ഒരു സ്റ്റെബിലിറ്റി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഐട്രേഷൻ സെറ്റ് ചെയ്ത് വെക്കാം. അത് ഒന്ന് വിഷ്വലി നമുക്ക് കാണാം. ഇവിടെ ഇപ്പം ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. യു ആർ ഇൻ എ ഷോപ്പിംഗ് മാൾ ലുക്കിംഗ് അറ്റ് 100 customers. You don't know who they are or why they are here. ഒരു ഷോപ്പിംഗ് മാളിൽ ഇങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് വരും. അവരാരാന്നോ അവരെന്തിനാ വന്നതോ അങ്ങനെ ഒന്നും നമുക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷെ നമുക്ക് അറിയാവുന്നത് എന്തായിരിക്കും? അവരുടെ ഒരു പ്രായം, നമുക്ക് കണ്ടിട്ട് അറിയാൻ പറ്റുന്ന ഒരു പ്രായം. ഹൗ മച്ച് ദേ സ്പെൻഡ്. ബട്ട് യു ഹാവ് ഡേറ്റ അബൌട്ട് ഈച്ച് കസ്റ്റമർ, മേ ബി ഏജ്, ഹൗ മച്ച് ദേ സ്പെൻഡ്, ആ കടയിൽ എത്ര സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിന്റെ നമുക്ക് ജസ്റ്റ് ഒരു ഗസ് ഉണ്ടാകും. ഈ ഡേറ്റ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? You want to group them by similar behavior without any labels like student, adult, senior, etc. കാര്യം ഇവിടെ unlabeled ഡേറ്റയാണ്. അപ്പം ഈ ജസ്റ്റ് ഏജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ മൊത്തം ഫീച്ചർ സ്പേസിൽ എടുക്കുകയാണെങ്കിൽ അതിനെ ഗ്രൂപ്പ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോ? പിന്നെ ഹൗ മച്ച് ദേ സ്പെൻഡ്, അത് ഫീച്ചർ സ്പേസിലേക്ക് എടുക്കുകയാണെങ്കിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോ? അതാണ് ഈ K-means clustering വെച്ചിട്ട് നമ്മൾ നോക്കുന്നത്. കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നവർ, കുറവ് സ്പെൻഡ് ചെയ്ത് അങ്ങനെയുള്ളവരായിട്ട് നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് K-means clustering നടക്കുന്നത്. ഇപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ കാണുന്നുണ്ട്. പിക്ക് എ നമ്പർ, സേ 3 types of customer. നമ്മൾ നോക്കുന്നത് 3 ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെയാണ്. അത് എന്ത് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സും ആയിക്കോട്ടെ, നമുക്ക് കെയ്ക്ക് ഒരു വാല്യൂ വേണം. നമ്മൾ കെയിനെ 3 ആണ് എന്ന് വിശ്വസിച്ചു. നമ്മൾ അങ്ങനെ 3 എന്ന് പറഞ്ഞൊരു വാല്യൂ എടുത്തു. കാര്യം നമുക്ക് 3 ക്ലാസ് ആയിട്ടാണ് ഡേറ്റയെ തിരിക്കേണ്ടത്. റാൻഡംലി പ്ലേസ് 3 points on your 2D plane. ഇവിടെ നമ്മുടെ ഫീച്ചർ സ്പേസ് ഉണ്ട്. ഫീച്ചർ സ്പേസിൽ നമ്മൾ കുറേ ഡേറ്റ എടുത്തിട്ടുണ്ട്. ഈ കളർ ബ്ലാക്ക് അല്ലാത്ത കളറിലുള്ള 3 പോയിന്റ്സ് ആണ് നമ്മുടെ സെൻട്രോയിഡ്. റാൻഡംലി 3 സെൻട്രോയിഡിനെ നമ്മൾ വെച്ചു. റാൻഡംലി പ്ലേസ് 3 points, അതിനെ നമ്മൾ വിളിക്കുന്നതാണ് സെൻട്രോയിഡ്. ഇങ്ങനെ പ്ലേസ് ചെയ്യുന്ന പോയിന്റ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് സെൻട്രോയിഡ്. 2D പ്ലെയിനിലേക്ക് പ്ലേസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇനി ഓരോ ഡേറ്റ പോയിന്റിലും we will ask a question. Which point am I closest to? ഓരോ ഡേറ്റ പോയിന്റും ഏത് സെൻട്രോയിഡ് ആയിട്ടാണ് ക്ലോസസ്റ്റ് എന്ന് നോക്കും. എന്നിട്ട് അവരെ ആ സെൻട്രോയിഡിലോട്ട് അസൈൻ ചെയ്യും.
ഇപ്പം ഈ ഡേറ്റ സെറ്റ് എടുക്കുകയാണെങ്കിൽ ഞാൻ റാൻഡംലി 3 സെൻട്രോയിഡ് വെച്ചു. എന്നിട്ട് ഓരോ ഡേറ്റ പോയിന്റും ഏത് സെൻട്രോയിഡിലേക്കാണ് അസൈൻ ചെയ്യേണ്ടത് എന്ന് നോക്കി. ഈ ഡേറ്റ പോയിന്റ് ഏറ്റവും അടുത്ത് ഈ സെൻട്രോയിഡുമായിട്ടാണ്. അത് കാരണം ഇതിനെ ഇങ്ങനെ അസൈൻ ചെയ്തു. ഇങ്ങനെ ആരോ കൊടുത്തിരിക്കുന്നത് ഏത് സെൻട്രോയിഡിലേക്കാണ് അസൈൻ ചെയ്തിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു അസൈൻമെന്റ് നടത്തി കഴിയുമ്പോഴാണ് ഫസ്റ്റ് സ്റ്റെപ്പ് തീരുക. After all customers are assigned, move each point to the center of the customers around it. These are your new cluster centers. ഈ 3 സെൻട്രോയിഡിനെയും നമ്മൾ ഇനി ചെയ്യേണ്ടത് അതിനെ മൂവ് ചെയ്യണം ടു ദ സെന്റർ. ഇവിടെ ചെയ്തിരിക്കുന്ന പോലെ ഈ സ്റ്റെപ്പ് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പിലേക്കാണ് ഇത് നടക്കുന്നത്. ഓരോ സെൻട്രോയിഡിനെയും ഈ ചുറ്റുമുള്ള ഡേറ്റ പോയിന്റ്സ്, ഇതൊക്കെയാണ് ചുറ്റുമുള്ള ഡേറ്റ പോയിന്റ്സ്, അതിന്റെ സെന്ററിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ നമ്മൾ സെൻട്രോയിഡ്സിനെ റീപൊസിഷൻ ചെയ്യും. അങ്ങനെ റീപൊസിഷൻ ചെയ്യുമ്പോഴാണ് ഈ സെക്കൻഡ് ഗ്രാഫ് നമുക്ക് കിട്ടുക. ദീസ് ആർ യുവർ ന്യൂ ക്ലസ്റ്റർ സെന്റേഴ്സ്. ഇനി ഇതിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ടിൽ അധികം പിന്നെ ചേഞ്ചസ് വരില്ല എന്ന് നമ്മൾ കാണുമ്പോഴത്തേക്കും. ഇനി നമ്മൾ ഇതിനെ ഈ ഡേറ്റ പോയിന്റ്സിനെ എല്ലാം ഒന്നുകൂടെ ഇതിന്റെ അടുത്തടുത്തുള്ള സെൻട്രോയിഡ്സിലേക്ക് അസൈൻ ചെയ്യും. അങ്ങനെ വന്നപ്പോഴാണ് ഈ ഡേറ്റ പോയിന്റ് ആക്ച്വലി ഈ സെൻട്രോയിഡിലേക്കായിരുന്നു അസൈൻ ചെയ്തത്. പക്ഷെ ഈ സ്റ്റെപ്പിൽ വന്നപ്പോഴത്തേക്ക് നമ്മൾ കണ്ടു ഈ ഡേറ്റ പോയിന്റ് ഇനി അടുത്ത് വരുന്നത് ഈ സെൻട്രോയിഡുമായിട്ടാണ്. കാര്യം ഈ സെൻട്രോയിഡ് ദൂരോട്ട് പോയി, അതുകൊണ്ട് ഈ സെൻട്രോയിഡ് അടുത്തായി, ഇത് കുറച്ച് മുകളിലോട്ട് വന്നു. അപ്പൊ ഇനി ഇത് ഇതിലേക്കാണ് അസൈൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇനി ഒന്നുകൂടെ ഒന്നേന്ന് നോക്കും ഈ എല്ലാ പോയിന്റ്സും ഏറ്റവും അടുത്ത് ഏത് സെൻട്രോയിഡ് ആയിട്ടാണെന്ന്. അങ്ങനെ നമ്മൾ അസൈൻ ചെയ്തിട്ടാണ് ഈ ആരോസ് വരയ്ക്കുക. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻട്രോയിഡ്സ് അങ്ങനെ അധികം മൂവ് ചെയ്യത്തില്ല. ഇതൊരു സിമെട്രിക്കൽ ആയിട്ട് വരാൻ തുടങ്ങും. ക്ലസ്റ്റേഴ്സ് എല്ലാം അടുത്തടുത്ത് വന്നിട്ട് ഇനി അധികം വ്യത്യാസമില്ലാത്തതായിട്ട് വരാൻ തുടങ്ങും. ഇങ്ങനെ വരുമ്പോഴാണ് നമുക്കിവിടെ 3 ക്ലസ്റ്റർ കിട്ടി. ക്ലസ്റ്റർ 1, ക്ലസ്റ്റർ 2, ക്ലസ്റ്റർ 3. നമുക്കുണ്ടായിരുന്ന ഡേറ്റയെ 3 ക്ലസ്റ്റർ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. റിപ്പീറ്റ്, റീഅസൈൻ കസ്റ്റമേഴ്സ് ടു ദ ന്യൂ ക്ലോസസ്റ്റ് പോയിന്റ്, റീകമ്പ്യൂട്ട് സെന്റേഴ്സ് അഗൈൻ. ഇങ്ങനെ നമ്മൾ ഇതുവരെ ചെയ്യും. ഇവൻച്വലി തിങ്സ് സ്റ്റോപ്പ് ചേഞ്ചിങ്. അതുവരെ നമ്മൾ സ്റ്റോപ്പ് ചേഞ്ചിങ് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഈച്ച് പോയിന്റ് ഹാസ് ഫൗണ്ട് ഇറ്റ്സ് ഗ്രൂപ്പ്. ദാറ്റ്സ് യുവർ ഫൈനൽ ക്ലസ്റ്ററിങ്. നമുക്ക് ഐട്രേഷൻ്റെ ഒരു നമ്പർ വെക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റെബിലിറ്റി വരുന്നത് വരെ നമുക്ക് ക്ലസ്റ്ററിങ് ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ കെ എത്ര എടുത്തോ അത്രയും ക്ലസ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് ഡേറ്റയെ ഡിവൈഡ് ചെയ്ത് കിട്ടും. ഇനി കെ മീൻസ് ക്ലസ്റ്ററിങ്ങിന്റെ ആപ്ലിക്കേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം വരുന്നത് കസ്റ്റമർ സെഗ്മെന്റേഷൻ ആണ്. നമ്മൾ നോക്കിയ എക്സാമ്പിളിൽ കസ്റ്റമർ സെഗ്മെന്റേഷൻ ആയിരുന്നു നമ്മൾ ചെയ്ത്. ഫീച്ചർ സ്പേസിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ, കസ്റ്റമർ ഡേറ്റ നമ്മൾ കെ മീൻസ് ക്ലസ്റ്ററിങ് ഉപയോഗിച്ചിട്ട് 3 ക്ലസ്റ്റർ ആക്കി മാറ്റി. അപ്പൊ കസ്റ്റമർ സെഗ്മെന്റേഷൻ ഒരു അൺലേബിൾഡ് ഡേറ്റ ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് കെ മീൻസ് ക്ലസ്റ്ററിങ് ഉപയോഗിച്ച് അതിനെ നമുക്ക് ഇഷ്ടമുള്ള അത്ര സെഗ്മെന്റ്സിലോട്ട്, നമുക്ക് ഇഷ്ടമുള്ള അത്ര ക്ലാസ്സുകളിലേക്ക് തന്നെ തിരിച്ചെടുക്കാം. അത് ഒരു ആപ്ലിക്കേഷൻ. അടുത്തതാണ് ഇമേജ് കംപ്രഷൻ. ഈ ഇമേജ് ഒക്കെ ചിലതൊക്കെ വളരെ ഹൈ സൈസ് ഉള്ളത് വരാം. അപ്പൊ നമുക്ക് സൈസ് കുറയ്ക്കാനായിട്ട് കെ മീൻസ് ക്ലസ്റ്ററിങ് ഉപയോഗിക്കാം. സൈസ് കുറയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ക്ലാരിറ്റി കുറച്ച് കുറയും. പക്ഷെ അങ്ങനെ കുറച്ചായിട്ട് കുറഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ളതിനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. വലുതായിട്ട് നമുക്കത് ഡിസ്റ്റിങ്ക്ലി കാണാൻ പറ്റത്തില്ല. കാര്യം ചെറിയ ഏരിയാസിലൊക്കെ ആയിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ചേഞ്ചസ് പെർസീവ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അത്രയ്ക്ക് ചെറിയ ഡിഫറൻസസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇമേജസ് ഒരു മെട്രിക്സ് ആണല്ലോ. അപ്പം ബേസിക്കലി ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ക്ലസ്റ്റേഴ്സ് ആക്കി തിരിച്ചിട്ട് സിമിലർ കളേഴ്സിനെ എല്ലാം ക്ലസ്റ്റേഴ്സ് ആയിട്ട് തിരിച്ചതിന് ശേഷം ഓരോ ക്ലസ്റ്ററിനെയും അതിന്റെ സെൻട്രോയിഡിലെ കളർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. ഇത് വളരെ ഒരു സ്മോൾ പോർഷനിലാണ് ചെയ്യുന്നത്. അത് കാരണം തന്നെ നമുക്കതിൽ ഒരു ചേഞ്ച് ആയിട്ടൊന്നും പെർസീവ് ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഡേറ്റ കുറച്ച് കുറയും, കുറച്ചുകൂടെ നമുക്ക് സൈസ് കുറയ്ക്കാൻ പറ്റും, ഇമേജിനെ കംപ്രസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെയാണ് ഡോക്യുമെന്റ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ കസ്റ്റമർ സെഗ്മെന്റേഷൻ പറഞ്ഞതുപോലെ തന്നെ സിമിലർ ഡോക്യുമെന്റ്സിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമിലർ ഡോക്യുമെന്റ്സിനെ ഒരു ക്ലാസ് ആക്കി മാറ്റാനായിട്ട് നമുക്ക് കെ മീൻസ് ക്ലസ്റ്ററിംഗ് ഉപയോഗിക്കാൻ കഴിയും. ഇനി ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ആദ്യത്തെയാണ് നീഡ് ടു സ്പെസിഫൈ കെ മാനുവലി. നമ്മളിവിടെ എത്ര ക്ലാസ് ആണ് വേണ്ടതെന്നുള്ളത് മാനുവലി ആണ് പറയുന്നത്. നമ്മൾ ചുമ്മാ ഒരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം അത് നല്ലൊരു ക്ലാസിഫിക്കേഷൻ ആയിരിക്കത്തില്ല തരുന്നത്. നമ്മൾ എടുക്കുന്ന കേസിൽ എത്ര ക്ലാസ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ വഴിയില്ല. ചിലപ്പോൾ ഇപ്പം കസ്റ്റമർ സെഗ്മെന്റേഷനിൽ നമ്മുടെ കസ്റ്റമർ ഡേറ്റ അതിൽ എത്ര ക്ലാസ് ആണ് ആക്ച്വലി ഉള്ളത് എന്ന് നമുക്ക് അറിയുന്നുണ്ടാവില്ല. അങ്ങനെ നമ്മൾ ചുമ്മാ ഒരു വാല്യൂ ഓഫ് കെ അസ്യൂം ചെയ്താൽ മീനിങ്ലെസ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.
വളരെ കൂടുതൽ കൊടുത്താൽ മീനിങ്ലെസ് ക്ലാസിഫിക്കേഷൻ വരും, എന്നാൽ വളരെ കുറവ് കൊടുത്താൽ ഒരേ ക്ലാസ്സിൽ വരാൻ പാടില്ലാത്തവരെല്ലാം ഒരു ക്ലസ്റ്ററിൻ്റെ അകത്ത് വരാൻ സാധ്യതയുണ്ട്. അത് കാരണം തന്നെ കെയുടെ വാല്യൂ നമ്മൾ സൂക്ഷിച്ച് എടുക്കാവൂ, ഡേറ്റ നല്ലോണം സ്റ്റഡി ചെയ്തിട്ടൊക്കെ എടുക്കാവൂ. ഇവിടെ ഇപ്പം മാനുവലി സ്പെസിഫൈ ചെയ്യുന്നതുകൊണ്ട് അത് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ പ്രശ്നം വരും. പിന്നെയാണ് സെൻസിറ്റീവ് ടു ഇനീഷ്യൽ സെൻട്രോയിഡ്സ്. നമ്മൾ കെ മീൻസ് ക്ലസ്റ്ററിങ് ചെയ്തപ്പോൾ നോക്കിയായിരുന്നല്ലോ, നമ്മൾ ആദ്യം സെൻട്രോയിഡ് റാൻഡംലി ആണ് പ്ലേസ് ചെയ്യുന്നത്, പിന്നെ അവിടെ നിന്നാണ് മൂവ് ചെയ്യുന്നത്. നമ്മൾ ഈ റാൻഡംലി പ്ലേസ് ചെയ്യുമ്പോൾ വളരെ ദൂരെയൊക്കെ കൊണ്ടുവച്ചാൽ, അല്ല നമ്മൾ എവിടെയാണ് വയ്ക്കുന്നത് എന്നനുസരിച്ചിട്ടായിരിക്കും ഡേറ്റ പോയിന്റ്സ് ക്ലസ്റ്ററായി വരിക. നമ്മൾ ദൂരെയൊക്കെ കൊണ്ടുവച്ചാൽ വരുന്ന ക്ലസ്റ്റേഴ്സ് വുഡ് ബി ടോട്ടലി ഡിഫറെൻറ്റ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അത് നമുക്ക് ആക്ച്വലി ഒരു ഡിപ്പെൻഡൻസി വരികയാണ് അവിടെ. സെൻസിറ്റീവ് ടു ഇനീഷ്യൽ സെൻട്രോയിഡ്സ് എന്ന് പറഞ്ഞ ഒരു പ്രശ്നം വരികയാണ് അവിടെ. നമ്മൾ ഇനീഷ്യൽ സെൻട്രോയിഡ്സ് പലയിടത്ത് കൊടുക്കുമ്പോഴും പല ആൻസേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അത് കാരണം തന്നെ അതൊരു ലിമിറ്റേഷൻ ആണ്. ഇതിനെ നമുക്ക് ആക്ച്വലി ഒരു ഇത്തിരി ഒപ്റ്റിമം വേയിൽ നടത്താൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ തവണ കെ മീൻസ് ക്ലസ്റ്ററിങ് ചെയ്ത് നോക്കിയിട്ട് അതിലെ ബെസ്റ്റ് വേ എടുക്കാം. ഇനി ആക്ച്വലി ആദ്യത്തെ പ്രശ്നം, നമ്മുടെ നീഡ് ടു സ്പെസിഫൈ കെ മാനുവലി എന്നുള്ള പ്രശ്നം നമുക്ക് മാറ്റാനായിട്ട് എൽബോ മെത്തേഡ്, പിന്നെ സിൽ ഔട്ട് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് മെത്തേഡ്സ് ഉണ്ട്. അതുപോലെ സെൻസിറ്റീവ് ടു ഇനീഷ്യൽ സെൻട്രോയിഡ്സ് എന്നുള്ള പ്രോബ്ലം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് മൾട്ടിപ്പിൾ തവണ ഇത് റൺ ചെയ്യാം. ഇങ്ങനെ റൺ ചെയ്തിട്ട് കിട്ടുന്ന ആൻസേഴ്സിൽ നമുക്ക് ഒപ്റ്റിമം വാല്യൂ എടുക്കാൻ കഴിയും. അടുത്തത് ക്യാൻ ഗെറ്റ് സ്റ്റക്ക് ഇൻ ലോക്കൽ മിനിമ. ഈ കെ മീൻസ് ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത് ഒരു ഗ്രീഡി അൽഗോരിതമാണ്. ഗ്രീഡി അൽഗോരിതം എന്ന് പറയുമ്പോൾ ഓരോ തവണയും അത് ലോക്കലി ഒപ്റ്റിമം ചോയ്സ് ആണ് എടുക്കുന്നത്, വിത്ത് ദ ഹോപ്പ് ദാറ്റ് ഇറ്റ് ഈസ് ഫൈൻഡിങ് ദി ഗ്ലോബൽ ഒപ്റ്റിമം. അങ്ങനെ ഒരു അസംഷൻ ഓരോ തവണ അങ്ങനെയാണ് ഈ ഗ്രീഡി അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കെ മീൻസ് ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത് ഒരു ഗ്രീഡി അൽഗോരിതമാണ്. അത് ഇനേർഷ്യ എന്ന് പറഞ്ഞൊരു വാല്യൂവിനെ മിനിമൈസ് ചെയ്യാൻ നോക്കും. ഇനേർഷ്യ എന്ന് പറയുന്നത് ഒരു ഡേറ്റ പോയിന്റിന്റെ ഡിസ്റ്റൻസ് ആണ് വിത്ത് ദ സെൻട്രോയിഡ്. അത് മിനിമൈസ് ചെയ്യാനാണ് നോക്കുന്നത്. അങ്ങനെ വരുമ്പം ഒരു ലോക്കൽ മിനിമം എത്തുമ്പോഴത്തേക്കും അത് നിന്ന് പോയേക്കാം. അങ്ങനെ നിന്ന് പോവും, പിന്നെ അത് ബാക്ക് ട്രാക്ക് ചെയ്ത് വന്നിട്ട് വേറൊരു ആൻസറിലോട്ട് പോകാനൊന്നും ശ്രമിക്കുന്നില്ല. കെ മീൻസ് ക്ലസ്റ്ററിംഗിൽ അങ്ങനെ ഒരു പരിപാടി നടക്കുന്നില്ല. അത് കാരണം തന്നെ ഒരു ലോക്കൽ മിനിമം എത്തുമ്പോൾ ഈ കെ മീൻസ് ക്ലസ്റ്ററിംഗ് സ്റ്റോപ്പ് ആയി പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പം അതൊരു ലോക്കൽ മിനിമ ഒരു നല്ല വാല്യൂ ആയിരിക്കും, അങ്ങനത്തെ ഒരു വാല്യൂ ആയിരിക്കാം. പക്ഷെ ഗ്ലോബലി ഇതിലും ചെറിയ വാല്യൂ ആകാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം കെ മീൻസ് ക്ലസ്റ്ററിംഗിന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, ദാറ്റ് ഇറ്റ് ക്യാൻ ഗെറ്റ് സ്റ്റക്ക് ഇൻ ലോക്കൽ മിനിമ. ഇത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് കെ മീൻസ് പ്ലസ് പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു അൽഗോരിതം ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ബെറ്റർ ആൻസേഴ്സ് കിട്ടും. അടുത്തതാണ് അസ്യൂംസ് സ്പെറിക്കൽ ആൻഡ് ഈക്വലി സൈസ്ഡ് ക്ലസ്റ്റേഴ്സ്. ഇലോങ്ങേറ്റഡ് ആയിട്ടോ ഇപ്പൊ ക്രസന്റ് ഷേപ്ഡ് ആയിട്ട്, ക്രസന്റ് ഷേപ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഡേറ്റ വേറെ വേറെ ഷേപ്പിലാണ് ഇങ്ങനെയൊക്കെ കിടക്കുന്നു എന്നുണ്ടെങ്കിൽ ഇതിനൊരു പ്രോബ്ലം ഉണ്ട്. ഇതിനെ എല്ലാം സെൻട്രോയിഡ്സ് എടുത്തിട്ട് അത് സർക്കുലർ ബ്ലോബ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെ വരുമ്പം അത് ക്ലസ്റ്ററിൽ ക്ലാസിഫൈ ചെയ്യുന്നതിൽ പ്രശ്നം വരും. അത് ഈ ഏകദേശം എല്ലാ ക്ലസ്റ്റേഴ്സിലും ഒരുപോലെയൊക്കെ വരും. പിന്നെ അതുപോലെ തന്നെ സെൻട്രോയിഡ്സിലോട്ട് എല്ലാം ഈക്വൽ ഡിസ്റ്റൻസിലാക്കുന്നതിൻ്റെ ഇടയിൽ അത് സ്പെറിക്കലായിട്ട് അസ്യൂം ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ക്ലസ്റ്റർ ക്ലാസിഫിക്കേഷൻ അത്ര ആക്യുറേറ്റ് ആവത്തില്ല. അതാണ് അസ്യൂം സ്പെറിക്കൽ ആൻഡ് ഈക്വലി സൈസ്ഡ് ക്ലസ്റ്റേഴ്സ് എന്നത് ഒരു പ്രോബ്ലമായി മാറുന്നത്. ചിലപ്പോൾ അത് സെൻട്രോയിഡിനെ രണ്ട് സൈഡിൽ കിടക്കുന്ന ഡേറ്റയുടെ നടുക്കൊക്കെ വെച്ചിട്ട് ബൗണ്ടറി ബ്ലർ ചെയ്തൊക്കെ കളയാം. അപ്പം അത് ആക്ച്വലി സെൻട്രോയിഡ് വരുന്ന സ്ഥലം, അതുപോലെ ഈ സ്പെറിക്കലായിട്ട് അസ്യൂം ചെയ്യുന്ന ഇതൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് ഡിസ്റ്റോർഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. DB സ്കാൻ, സ്പെക്ട്രൽ ക്ലസ്റ്ററിംഗ്, അങ്ങനെ പല മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഡിസഡ്വാൻറ്റേജിനെ മാറ്റാം. പിന്നെയാണ് പുവർ പെർഫോമൻസ് ഓൺ നോൺ ഗ്ലോബ്യുലർ ഓർ ഓവർലാപ്പിംഗ് ക്ലസ്റ്റേഴ്സ്. ഇത് ആക്ച്വലി കഴിഞ്ഞ പോയിന്റിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. കഴിഞ്ഞ പോയിന്റ്സിൽ പറഞ്ഞതുപോലെ ഇത് നോൺ ഗ്ലോബ്യുലർ അല്ലെങ്കിൽ ഇലോങ്ങേറ്റഡ് ക്രസന്റ് ഷേപ്ഡ് പോലെയുള്ള ക്ലസ്റ്റേഴ്സിൽ നന്നായിട്ട് വർക്ക് ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഈ ഓവർലാപ്ഡ് ആയി വരുന്ന ഡേറ്റ ക്ലസ്റ്റേഴ്സിലൊക്കെ അത് ക്ലാസിഫൈ ചെയ്യുന്നത് നല്ലതായിട്ട് ആയിരിക്കത്തില്ല. അതിന് നമുക്ക് വേറെ മെത്തേഡ്സ് ഉപയോഗിച്ച് ബെറ്റർ ക്ലാസിഫിക്കേഷൻസ് നടത്താൻ കഴിയും. അടുത്തത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്. ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഹ്യൂമൻ ബ്രെയിൻ ആണ്. ഇത് ആക്ച്വലി ഒരു ബയോ മിമിക്കിംഗ് ആണ്. അതായത് നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിൽ നടക്കുന്ന കാര്യത്തിനെ നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യാൻ നോക്കുന്നു.
കമ്പ്യൂട്ടറിന് ഒരു തിങ്കിങ് കപ്പാസിറ്റി പോലെ കൊടുക്കാനാണ് നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ബ്രെയിനിൽ ന്യൂറോൺസ്, സിനാപ്സിസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് തിങ്ക് ചെയ്യാൻ കഴിയുന്നത്, നമുക്ക് കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നമ്മൾ ആർട്ടിഫിഷ്യലി ഒരു ന്യൂറൽ നെറ്റ്വർക്ക്സ് ഉപയോഗിച്ചാണ് അതിന് കമ്പ്യൂട്ടേഷണൽ പവർ കൊടുക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ലാൻഡ്സ്കേപ്പിൽ, ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ ഇത് വളരെ ഒരു സിഗ്നിഫിക്കൻറ്റ് ടോപ്പിക്കാണ്. ChatGPT, ജെമിനായി പോലത്തെ ചാറ്റ് ബോട്ടുകളൊക്കെ ആൻസർ തരുന്നത്, ജനറേറ്റ് ചെയ്യുന്നതൊക്കെ ലാർജ് ആൻഡ് കോംപ്ലക്സ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ആണ്. ഇങ്ങനെ ഒരു ഐഡിയ വളരെ പണ്ടേ തന്നെ സയൻറ്റിസ്റ്റിന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കുറച്ച് കാലഘട്ടത്തിന് മുമ്പാണ് ഇതൊന്ന് ആക്ച്വലി ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അതിനെ ഒന്ന് നല്ലോണം ആക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞത്. അപ്പം ഇത് ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് കമ്പ്യൂട്ടേഴ്സിന് ഭയങ്കരമായിട്ടുള്ള കമ്പ്യൂട്ടേഷണൽ പവർ നൽകുന്നത്. An artificial neural network is a machine learning model inspired by the way biological neurons work in the human brain. നമ്മുടെ ബ്രെയിനിലുള്ള ന്യൂറോൺസ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടറിൽ സിമുലേറ്റ് ചെയ്തെടുക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ ANN എന്ന് വിളിക്കുന്നത്. ഇറ്റ് ലേൺസ് ടു മാപ്പ് ഇൻപുട്സ് ടു ഔട്ട്പുട്ട്സ് ബൈ അഡ്ജസ്റ്റിംഗ് ഇന്റേണൽ കണക്ഷൻസ്. നമ്മുടെ ബ്രെയിനിലുള്ള ന്യൂറോൺസും സിനാപ്സിസും ഒക്കെ ഫയർ ചെയ്യുന്നത് പോലെ it learns to map inputs to outputs by adjusting internal connections, weights through training. അപ്പോൾ ഒരു ന്യൂറൽ നെറ്റ്വർക്ക്, നമ്മൾ ഏതൊരു ന്യൂറൽ നെറ്റ്വർക്ക് എടുത്താലും അതിൽ ന്യൂറോൺസ് കാണും. ഈ സർക്കിൾസ് ആണ് ന്യൂറോൺസ്. ആ ന്യൂറോൺസിനെ നമ്പർ ചെയ്തിട്ടുണ്ട്. 1 മുതൽ 9 ന്യൂറോൺസ് ഇവിടെ ഉണ്ട്. ന്യൂറോൺസിന്റെ ഇടയിൽ ലിങ്ക്സ് ഉണ്ട്. ഓരോ ലിങ്കിനും വെയിറ്റ് ഉണ്ട്. വെയിറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ആണ്. ആ കണക്ഷന്റെ ഇമ്പോർട്ടൻസ്, എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നതനുസരിച്ചിട്ടാണ് ആ കണക്ഷൻ വരുന്നത്. അപ്പം ഒരു ന്യൂറോണിൽ നിന്ന് പോകുന്ന ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? അതിൽ നിന്ന് പോകുന്ന ഔട്ട്പുട്ട് എക്സ് എന്ന് പറയുന്നത് ഇൻപുട്ടാണ്. ഇപ്പം ഈ ന്യൂറോണിലേക്ക് ഞാൻ കൊടുക്കുന്ന ഇൻപുട്ടിനെ എക്സ് എന്ന് എനിക്ക് വിളിക്കാം. ഈ എക്സിനെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഡെസ്റ്റിനേഷൻ ന്യൂറോണിൽ എന്ത് ഔട്ട്പുട്ടാണ് കിട്ടേണ്ടതെന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഇൻപുട്ടിനെ എടുത്തിട്ട് എക്സ്, അതിനെ ഇൻറ്റു ആ വെയിറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് അതിലൊരു ബയസ് ആഡ് ചെയ്യും. ബയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയും കൂടെ ഇവിടെ പ്രസന്റ് ആണ്. ഈ വാല്യൂ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസറിനെ നമുക്ക് ആവശ്യം പോലെ ഒന്ന് ഷിഫ്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൽ ഒരു ഷിഫ്റ്റ് കൊണ്ടുവരണമെങ്കിൽ, അഡ്ജസ്റ്റ്മെന്റ്സ് കൊണ്ടുവരണമെങ്കിൽ, ഫൈൻ ട്യൂണിങ് കൊണ്ടുവരണമെങ്കിൽ ആഡ് ചെയ്യേണ്ട ഒരു വാല്യൂ ആണ് ബയസ് എന്ന് പറയുന്നത്. അത് പ്ലസ് ആവാം, മൈനസ് ആവാം. ആ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഫൈൻ അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തുന്നത്. ഔട്ട്പുട്ടിലോട്ട് ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഇനി ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആക്ടിവേഷൻ ഫംഗ്ഷൻ ആണ് ഒരു ന്യൂറോണിന്റെ ഫയറിംഗ് കൺട്രോൾ ചെയ്യുന്നത്. ഈ ആക്ടിവേഷൻ ഫംഗ്ഷൻ പലതരത്തിലുണ്ട്. നമ്മൾ നേരത്തെ ലോജിസ്റ്റിക് റിഗ്രഷന് നോക്കിയതുപോലെ ഒരു സിഗ്മോയിഡ് ഫംഗ്ഷൻ ആവാം, അല്ലെങ്കിൽ ReLU എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ട്. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് റെക്ടിഫൈഡ് ലീനിയർ യൂണിറ്റ്. അതൊരു ആക്ടിവേഷൻ ഫംഗ്ഷനായിട്ട് യൂസ് ചെയ്യുന്ന കോമൺ ഒരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ന്യൂറോൺ എപ്പോഴൊക്കെ ഫയർ ചെയ്യണം എന്ന്. അപ്പോൾ ഒരു ന്യൂറോണിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Z is equal to W times X plus B. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ആക്ടിവേഷൻ ഫംഗ്ഷൻ കൊടുക്കും. അതാണ് അടുത്ത ന്യൂറോണിലോട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ന്യൂറോൺസ് ഉണ്ട്, അടുത്ത ലെയറിൽ അടുത്ത സെറ്റ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്. ഇങ്ങനെ പല ലെയേഴ്സ് ആയിട്ടാണ് ന്യൂറോൺസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആദ്യത്തെ ലെയർ നമുക്ക് കാണാം. ആ ലെയറിനെ ഇൻപുട്ട് ലെയർ എന്ന് വിളിക്കാം. അടുത്ത 2 ലെയർ ഫൈനൽ ലെയറിന് മുമ്പായിട്ടാണ് വരുന്നത്. അതിനെ രണ്ടിനെ നമ്മൾ ഹിഡൻ ലെയർ എന്ന് വിളിക്കും. ഇൻപുട്ട് ലെയറിന്റെയും ലാസ്റ്റ് ലെയറിനെയും നമ്മൾ ഔട്ട്പുട്ട് എന്ന് വിളിക്കും. അപ്പൊ ഇൻപുട്ട് ലെയറിന്റെയും ഔട്ട്പുട്ട് ലെയറിന്റെയും ഇടയിൽ വരുന്ന എല്ലാ ലെയേഴ്സിനെയും തന്നെ നമ്മൾ ഹിഡൻ ലെയർ എന്ന് വിളിക്കും. ഇവിടെ ഇപ്പൊ 2 ഹിഡൻ ലെയർ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ 9 ന്യൂറോൺസ് ഉണ്ട്. ആ ഒരു ന്യൂറോൺ അടുത്ത ലെയറിലെ എല്ലാ ന്യൂറോണുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെ ഉള്ളൊരു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിനെയാണ് ഫുള്ളി കണക്റ്റഡ് നെറ്റ്വർക്ക് എന്ന് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ അല്ലാത്ത നെറ്റ്വർക്ക്സ് ഉണ്ട്, കോൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു തുടക്കത്തിൽ നമ്മളൊരു കുറച്ചുകൂടെ ട്രഡീഷണലി ഉപയോഗിച്ച് വരുന്ന ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് ഫുള്ളി കണക്റ്റഡ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ്. അതിൽ
ഒരു ന്യൂറോൺ അടുത്ത ലെയറിലെ എല്ലാ ന്യൂറോണുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഈ കണക്ഷൻ എല്ലാം ഒരു വെയിറ്റ് കാണും. ഔട്ട്പുട്ട് പോകുമ്പോൾ ഒരു ബയസ് ആഡ് ആവും. എന്നിട്ട് ആക്ടിവേഷൻ ഫംഗ്ഷൻ അതിലോട്ട് അപ്ലൈ ചെയ്തിട്ടാണ് അടുത്ത ന്യൂറോണിലേക്ക് ഔട്ട്പുട്ട് എത്തുന്നത്. ഇങ്ങനെ ഔട്ട്പുട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഫൈനലി ഔട്ട്പുട്ട് ലെയറിലോട്ട് എത്തും. ഇതിനെ ഫോർവേഡ് പ്രൊപ്പഗേഷൻ എന്ന് പറയും. ഇനി ബാക്ക്വേർഡ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ്സ് ഉണ്ട്. നമ്മളൊരു ന്യൂറൽ നെറ്റ്വർക്കിനെ ട്രെയിൻ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഓരോ ലെയറിലും എറർ അക്യുമുലേറ്റ് ചെയ്ത് വരാം. ഫൈനലി നമ്മൾ ഔട്ട്പുട്ട് ലെയറിലോട്ട് ഒരു ഫോർവേഡ് പ്രൊപ്പഗേഷൻ ചെയ്ത് കഴിഞ്ഞെത്തുമ്പോഴത്തേക്കും നമ്മൾ പല മെത്തേഡ്സ് ഉപയോഗിച്ച് ബാക്കിലോട്ട് പോകാൻ തുടങ്ങും. ഓരോ ലെയറിലും എററിനെ നമ്മൾ റെക്ടിഫൈ ചെയ്ത് ബാക്കിലോട്ട് പോകും. എന്നിട്ട് തിരിച്ച് ഫോർവേഡ് പ്രൊപ്പഗേറ്റ് ചെയ്ത് വരും. ഇങ്ങനെ ഫോർവേഡ് പ്രൊപ്പഗേഷനും ബാക്ക്വേർഡ് പ്രൊപ്പഗേഷനും വെച്ചിട്ടാണ് നമ്മളൊരു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിനെ ട്രെയിൻ ചെയ്ത് എടുക്കുന്നത്. ഇങ്ങനെ ബാക്ക്വേർഡ് പ്രൊപ്പഗേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ വെയിറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യും. നല്ലൊരു ഒപ്റ്റിമം വാല്യൂ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു ബെസ്റ്റ് വെയിറ്റ് ആക്കി മാറ്റിയിട്ടാണ് ഫൈനലി ന്യൂറൽ നെറ്റ്വർക്കിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ തുടങ്ങുന്നത്. ഇനി ലേണിംഗ് മെത്തേഡ്സ് ബാക്ക്വേർഡ് പ്രൊപ്പഗേഷൻ. ഇങ്ങനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ബാക്ക്വേർഡ് പ്രൊപ്പഗേഷൻ, ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് നമ്മൾ പറയും. ഈ ബാക്ക് പ്രൊപ്പഗേഷൻ മെത്തേഡ് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഹെബിയൻ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. ജനറ്റിക് ലേണിംഗ് ഉണ്ട്. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗും ഉണ്ട്. ഇതിൽ ബാക്ക് പ്രൊപ്പഗേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബാക്ക്വേർഡ് പ്രൊപ്പഗേഷൻ പോയി നമ്മൾ വെയിറ്റ്സിനെ അഡ്ജസ്റ്റ് ചെയ്താണ് ട്രെയിൻ ചെയ്യിക്കുന്നത്. ഹെബിയൻ ലേണിംഗിൽ നമ്മൾ ക്ലസ്റ്ററിംഗ് പോലെ തന്നെ സിമിലർലി ഫയർ ചെയ്യുന്ന ന്യൂറോൺസിനെ എല്ലാം ഗ്രൂപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. അങ്ങനെ സിമിലർലി ഫയർ ചെയ്യുന്ന ന്യൂറോൺ ഉണ്ടെങ്കിൽ അവരുടെ ഇടയിലുള്ള കണക്ഷനെ സ്ട്രോങ്ങർ ആക്കും ഹെബിയൻ ലേണിംഗ്. മോസ്റ്റ് പോപ്പുലർ മെത്തേഡ് ബാക്ക് പ്രൊപ്പഗേഷൻ ആണ്. പക്ഷെ അല്ലാത്ത കൈൻഡ്സ് ഓഫ് മെത്തേഡ്സും ഉണ്ട്. ജനറ്റിക് ലേണിംഗ് എന്ന് പറയുന്നത് നാച്ചുറൽ സെലക്ഷൻ, നമ്മുടെ ഹ്യൂമൻസിൽ നടക്കുന്നത് പോലെ തന്നെ നാച്ചുറൽ സെലക്ഷൻ വെച്ചിട്ടുള്ള ഒരു ട്രെയിനിങ് മെത്തേഡാണ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് പോലെ ബെസ്റ്റ് പെർഫോമിംഗ് നെറ്റ്വർക്സിനെ നമ്മൾ സർവൈവ് ചെയ്യിപ്പിച്ചിട്ട് ഒരു ട്രെയിനിങ് ചെയ്തെടുക്കുന്നതിനെയാണ് ജനറ്റിക് ലേണിംഗ് എന്ന് പറയുന്നത്. ഫൈനലി വരുന്നത് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, കഴിഞ്ഞ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രൈസ് കൊടുക്കുന്നത് പോലെ, റിവാർഡ് കൊടുത്ത് നെറ്റ്വർക്കിനെ പഠിപ്പിച്ചെടുക്കുന്ന പോലെയാണ്. അപ്പൊ നെറ്റ്വർക്കിനെ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ അതിനെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലത് കിട്ടുന്നത് മാക്സിമം ചെയ്യണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിനെ പോലെ ഒരു ഡോഗിനെ നമ്മൾ ട്രെയിൻ ചെയ്യാനായിട്ട് അതിന് ട്രീറ്റ്സ് കൊടുക്കുന്നത് പോലെ ഓരോ തവണയും അത് കറക്റ്റായിട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു റിവാർഡ് കൊടുക്കുമ്പോൾ അതിന് മനസ്സിലാവും ഈ ബിഹേവിയർ മാക്സിമൈസ് ചെയ്യണം എന്ന്. അതിനെയാണ് ബേസിക്കലി റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി ന്യൂറൽ നെറ്റ്വർക്സിന്റെ ആപ്ലിക്കേഷൻ വരാത്തതായിട്ടുള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ്. നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ ഒരു വളരെ ഇന്റഗ്രൽ പാർട്ടാണ് ന്യൂറൽ നെറ്റ്വർക്സ്. അത് ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബോർഡ്സ് ആയിട്ട് ഇപ്പോൾ വരുന്നതിലെല്ലാം ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നാണ് OCR. നമുക്ക് ന്യൂറൽ നെറ്റ്വർക്സ് വെച്ചിട്ട് ഡിജിറ്റ്സ് റെക്കഗ്നൈസ് ചെയ്യാം, ഹാൻഡ് റൈറ്റിംഗ് റെക്കഗ്നൈസ് ചെയ്യാം, നമുക്ക് ലെറ്റേഴ്സ് റെക്കഗ്നൈസ് ചെയ്യാം. അങ്ങനെ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷന് വേണ്ടി അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ അതിൻ്റെ ഡേറ്റ ഫീഡ് ചെയ്ത് കൊടുത്താൽ ന്യൂറൽ നെറ്റ്വർക്ക് ലേൺ ചെയ്തിട്ട് ആ ഡിജിറ്റിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പഠിക്കും. പിന്നെയാണ് NLP. NLP എന്ന് പറയുന്നത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. യൂഷ്വലി ഉള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ കമ്പ്യൂട്ടറിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ഹ്യൂമൻ ലാംഗ്വേജ് എന്ന് പറയുന്നതിൽ ഒരുപാട് സിനോണിംസ് വരാം. നാനാർത്ഥത്തിൽ നമ്മൾ ഒരു വാക്കിന് തന്നെ പല വാക്കുകളും, ഒരു അർത്ഥത്തിൽ തന്നെ പല വാക്കുകളുണ്ട്. അത് കാരണം തന്നെ അത് കമ്പ്യൂട്ടറിന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് തോന്നാം. അങ്ങനെ തോന്നാണ്ട് നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജ് മനസ്സിലാക്കി എടുക്കുന്നതിന് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയും. അതിൽ നമ്മൾ ന്യൂറൽ നെറ്റ്വർക്സ് ആണ് ഉപയോഗിക്കുന്നത്. ന്യൂറൽ നെറ്റ്വർക്സ് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്ന കോർപ്പസ് ഓഫ് ഡേറ്റ, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റിന്റെ അർത്ഥം മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മുടെ ഹ്യൂമൻ ലാംഗ്വേജിന്റെ അർത്ഥം ഡെസിഫർ ചെയ്ത് മെഷീൻ കോഡിലോട്ട് കൊണ്ടുപോകുന്നത് NLP വെച്ചിട്ടാണ്. പിന്നെ ഈ ടെക്സ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് സ്പീച്ച് ചെയ്യാം, വീഡിയോ ചെയ്യാം. അപ്പൊ അത് സ്പീച്ച് റെക്കഗ്നിഷനിലും വീഡിയോ പ്രോസസ്സിങ്ങിലും ഒക്കെ നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെയാണ് ഫൈനാൻസ് റീജിയൻ. അതിൽ സ്റ്റോക്ക് പ്രൈസ് പ്രിഡിക്ഷൻ, സ്റ്റോക്ക് പ്രൈസിന്റെ ഡേറ്റ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ക്രെഡിറ്റ് സ്കോറിംഗ്, നമ്മുടെ എല്ലാം ക്രെഡിറ്റ് സ്കോറിങ്ങും അതിന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ റോബോട്ടിക്സിൽ മോഷൻ പ്ലാനിങ്,
ഡ്രോൺ ആണെങ്കിലും റോബോട്ടിക്സ് ആണെങ്കിലും റോബോട്ട്സ് ഉണ്ടാക്കുകയാണെങ്കിലും അപ്പോഴൊക്കെ അതിന്റെ ആമിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ ഇപ്പൊ ഡ്രോണിന്റെ മാനുവർ ചെയ്യേണ്ട പാത്ത്, ഫ്ലൈറ്റിന്റെ മാനുവർ ചെയ്യേണ്ട പാത്ത്, ജെറ്റിന്റെ ഒക്കെ മാനുവറിങ് പാത്തൊക്കെ ഈ ന്യൂറൽ നെറ്റ്വർക്ക്സ് വെച്ചിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ മിഷൻ പ്ലാനിങ്ങിൽ ഒരു പാർട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ന്യൂറൽ നെറ്റ്വർക്ക്സിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്കിനി ഒരു ANN ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കാം. ഡിസൈനിങ് ആൻ ANN ഫോർ ഇമെയിൽ സ്പാം ഡിറ്റക്ഷൻ. നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ ഇമെയിൽ സ്പാം ഡിറ്റക്ഷൻ ആയിരുന്നല്ലോ ഒരു മേജർ എക്സാമ്പിൾ. നമുക്ക് അതിന് വേണ്ടിയിട്ട് വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഇവിടെ 2 ലെയർ മാത്രമേ ഉള്ളൂ. ഈ ലെയറിൽ 2 ന്യൂറോൺ, അടുത്ത ലെയറിൽ ഔട്ട്പുട്ട് ലെയറിൽ 1 ന്യൂറോൺ, ഇൻപുട്ട് ലെയറിൽ 2 ന്യൂറോൺ, ഔട്ട്പുട്ട് ലെയറിൽ 1 ന്യൂറോൺ. ആക്ച്വലി ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ഇത്രയും ചെറുതായിരിക്കത്തില്ല, വളരെ വലുതായിരിക്കും. ഇത് വളരെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. അത് കാരണം തന്നെ ഇതിന്റെ എഫിഷ്യൻസി ഭയങ്കര കുറവായിരിക്കും. അപ്പം നമ്മൾ ഈ ഇൻപുട്ട് ലെയറിൽ എടുക്കുന്നത് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നനുസരിച്ചിട്ടാണ്. ഇവിടെ ഇപ്പം നമ്മൾ ഒരു ഇമെയിൽ സ്പാം ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് വെറും സിമ്പിൾ 2 കണ്ടീഷൻസ് വെച്ചിട്ടാണ്. പ്രസൻസ് ഓഫ് വേർഡ്സ് ലൈക്ക് ജാക്ക്പോട്ട്, അല്ലെങ്കിൽ വെരിഫിക്കേഷൻ ഓഫ് ദ സെൻഡർ, നമ്പർ ഓഫ് എക്സ്ക്ലമേഷൻസ്, നീണ്ട ഒരുപാട് എക്സ്ക്ലമേഷൻസ് കിടക്കുന്നത്, പിന്നെ ജാക്ക്പോട്ട്, പിന്നെ സെൻഡർ വെരിഫൈ ചെയ്തിട്ടില്ല, ഇങ്ങനെയൊക്കെ ഉള്ള നമ്മളൊരു ഫാക്ടർ എടുത്തിട്ടാണ് ഒരു മെയിൽ സ്പാം ആണോ അല്ലേ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ 2 വെയിറ്റ് ഉണ്ട്, W1 W2. നമ്മൾ അതിന്റെ ഇപ്പൊ വാല്യൂ അസ്യൂം ചെയ്തെടുത്തിട്ടില്ല. x1 വാല്യൂ ഓഫ് ദി ഫസ്റ്റ് ഫീച്ചർ. നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഫസ്റ്റ് ഫീച്ചറിന്റെ വാല്യൂ ആണ് x1 എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. അത് ഇഫ് സം വേർഡ്സ് ലൈക്ക് ജാക്ക്പോട്ട് ഇസ് പ്രസന്റ്, അത് 1 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കും, അല്ലെങ്കിൽ 0. x2 എന്ന് പറയുന്നത് സെക്കൻഡ് ഫീച്ചറിന്റെ വാല്യൂ ആണ്. ഇവിടെ സെക്കൻഡ് ന്യൂറോണിൽ പോകുന്ന ഇൻപുട്ട് ആണ് x2. ഫസ്റ്റ് ഫീച്ചറിൽ പോകുന്ന വാല്യൂ ആണ് x1. ഇത് x1 ആണ്, ഇത് x2 ആണ്, ഇത് W1, ഇത് W2. വാല്യൂ ഓഫ് ദ സെക്കൻഡ് ഫീച്ചർ, ഫോർ എക്സാമ്പിൾ സ്റ്റാറ്റസ് ഓഫ് വെരിഫിക്കേഷൻ ഓഫ് ദ സെൻഡർ ഓർ നമ്പർ ഓഫ് എക്സ്ക്ലമേഷൻസ്. യൂഷ്വലി സ്പാം മെയിൽസിലൊക്കെ വെരിഫൈഡ് സെൻഡർ ആയിരിക്കത്തില്ല അയക്കുന്നത്, ഒരുകൂടെ പങ്ക്ച്വേഷൻ ഒക്കെ ഇറഗുലർലി കിടക്കുന്നുണ്ടാവാം. പക്ഷെ ഇതൊക്കെ വളരെ ഒരു സിമ്പിൾ കണ്ടീഷൻ ആണ്. അത് കാരണം തന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സ്പാം അല്ലാത്ത മെയിൽസ് കാണും, ഇങ്ങനെ ചെയ്യാണ്ടുള്ള സ്പാം മെയിൽസ് കാണും. അത് കാരണം തന്നെ ഇത് അത്ര ഒരു നല്ല ഒരു എഫിഷ്യന്റ് ഡിറ്റക്ഷൻ അല്ല, ബട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. അടുത്ത W1 വെയിറ്റ് അസോസിയേറ്റഡ് വിത്ത് ഫീച്ചർ x1. x1 എന്ന് പറഞ്ഞ ഫീച്ചറിന് നമ്മൾ എത്ര വെയിറ്റ് കൊടുക്കുന്നു, എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ഈ പ്രസൻസ് ഓഫ് വേർഡ്സ് ലൈക്ക് ജാക്ക്പോട്ട് ആണോ സ്പാം എന്ന് പറയുന്ന ഡിറ്റക്ഷനിലെ ഒരു മേജർ ഫാക്ടർ. ഈ റൂളിനെക്കാട്ടിയും കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ റൂളിനാണോ എന്നുള്ളതാണ് W1ന്റെ അർത്ഥം. വെയിറ്റ് ഇതിന് കൂടുതൽ കൊടുത്താൽ അതിന്റെ അർത്ഥം ജാക്ക്പോട്ട് എന്ന് ഉള്ള ഒരു മെയിലാണ് സ്പാം ആവാൻ കൂടുതൽ സാധ്യത, ഇതിന് ഇമ്പോർട്ടൻസ് കുറവാണ്. തിരിച്ച് ഇതിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്താൽ ജാക്ക്പോട്ട് അല്ല, ഈ വെരിഫിക്കേഷൻ ഓഫ് ദ സെൻഡർ അല്ലെങ്കിൽ നമ്പർ ഓഫ് എക്സ്ക്ലമേഷൻ ആണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫീച്ചർ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ വെയിറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇമ്പോർട്ടൻസ് എത്രയാണ് കൊടുക്കേണ്ടത് എന്നാണ് വെയിറ്റിന്റെ അർത്ഥം. അപ്പം W1 എന്ന് പറയുന്ന വെയിറ്റ് അസോസിയേറ്റഡ് വിത്ത് ഫീച്ചർ x1. ഈ x1ന്റെ ഇമ്പോർട്ടൻസ് ആണ് W1, x2ന്റെ ഇമ്പോർട്ടൻസ് ആണ് W2. പിന്നെ B എന്ന് പറഞ്ഞൊരു ടേം ഇവിടെ കാൽക്കുലേഷനിൽ വരും. നേരത്തെ പറഞ്ഞതുപോലെ ബയസ് എന്ന് പറയുന്നത് നമുക്ക് ഔട്ട്പുട്ടിനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആക്ടിവേഷൻ ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഫ്ലെക്സിബിളി ഇതിനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് ഒരു ഔട്ട്പുട്ട് കിട്ടും. ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 കിട്ടുന്നത് എപ്പോഴായിരിക്കും? സ്പാം അല്ല, നോട്ട് സ്പാം. നമുക്ക് 1 കിട്ടുന്നത് എപ്പോഴായിരിക്കും? സ്പാം ആയിരിക്കും. ഇങ്ങനെയാണ് ഒരു ബേസിക്കലി ഒരു വളരെ സിമ്പിൾ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ z is equal to ഓരോ ലെയറിലെ ഔട്ട്പുട്ട് x1 into W1 plus x2 into W2 plus B, അതായത് ബയസ്. ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ x1നെ നമ്മൾ അതിന്റെ വെയിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ഔട്ട്പുട്ടുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താണ് അടുത്ത ലെയറിലോട്ട് കൊണ്ടുപോകുക. കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞതുപോലെ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ബയസ് ആഡ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുക. ഇവിടെ x1 into W1, അപ്പം ഇതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഒരു ന്യൂറോണിലോട്ട്
കഴിഞ്ഞ ലെയറിൽ നിന്ന് എത്ര ന്യൂറോൺ വരുന്നു അതിൻ്റെ എല്ലാം ഈ വെയിറ്റുമായിട്ട് ഇൻപുട്ട് മൾട്ടിപ്ലൈ ചെയ്തതിനെ നമ്മൾ ആഡ് ചെയ്യും. ഇവിടെ ഇപ്പം ഈ ന്യൂറോൺ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ രണ്ട് ന്യൂറോണും തമ്മിലൊരു കണക്ഷനേ ഉള്ളൂ. അപ്പം കഴിഞ്ഞ സ്ലൈഡിലെ പോലത്തെ നമ്മൾ ഇതിനെ ചുമ്മാ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്ത് ബയസ് ആഡ് ചെയ്യത്തേ ഉള്ളൂ. പക്ഷെ ഇവിടെ രണ്ട് ന്യൂറോൺ ഉണ്ട്. അത് കാരണം തന്നെ ഇതിൻ്റെ കോൺട്രിബ്യൂഷനും രണ്ടും ഈ 3 എന്ന് പറഞ്ഞ ന്യൂറോണിലോട്ട് പോകും. 1ന്റെ കോൺട്രിബ്യൂഷനും പോകും, 2ന്റെ കോൺട്രിബ്യൂഷനും പോകും. അതാണ് x1 into w1 1ന്റെ കോൺട്രിബ്യൂഷൻ, x2 into w2 2ന്റെ കോൺട്രിബ്യൂഷൻ. എന്നിട്ട് ബയസ് നമ്മളിവിടെ കോമൺ ആയിട്ടാണ് എടുക്കുന്നത്. ആക്ച്വലി ഇവിടെ നമ്മൾ ബി ഒരുക്കി എഴുതിയിട്ടുള്ളൂ, പക്ഷെ രണ്ട് ന്യൂറോൺ ഉണ്ട്. ഇത് നമ്മൾ മാത്തമാറ്റിക്കലി എഴുതുമ്പോൾ ബയസ് വെക്റ്റർ ആയിട്ടൊക്കെ ആയിരിക്കും എഴുതുന്നത്. അതുകൊണ്ടാണ് ചുമ്മാ ബി എന്ന് എഴുതിയിരിക്കുന്നത്. ഓരോ ന്യൂറോണിനും അതിൻ്റെതായ ബയസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എത്ര ന്യൂറോൺ ഉണ്ടോ അതിൻ്റെ എല്ലാം ബയസ് ആഡ് ആവുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് ബയസിനെ എല്ലാം കൂടെ ഒരുമിച്ച് ബി എന്ന് പറഞ്ഞ് മാത്രമേ എഴുതുന്നുള്ളൂ. ബട്ട് എവറി ന്യൂറോൺ ഹാസ് ഇറ്റ്സ് ഓൺ ബയസ്. അപ്പം ഒരു പ്രൊപ്പഗേഷൻ ചെയ്ത് പോകുന്ന സമയത്ത് ഓരോ ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലോട്ട് പോകുമ്പോഴും ബയസ് ആഡ് ആകുന്നുണ്ട്. പിന്നെ y എന്ന് പറയുന്ന ഫൈനലി എഫ് ഓഫ് ഇസഡ്. ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത് ഈ ഓരോ ലെയറിലും അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത് ആക്ടിവേഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ്. ഈ ഇസഡ് ഇന്റർമീഡിയറ്ററി ആണ്. ഈ ആക്ടിവേഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് കാണാൻ സാധിക്കുക. ഈ ആക്ടിവേഷൻ ഫംഗ്ഷൻ യൂഷ്വലി ഒരു പീസ് വൈസ് ഫംഗ്ഷൻ ആയിരിക്കും. ഇങ്ങനെ പീസ് വൈസ് ആയിട്ട് ആയിരിക്കും മിക്കവാറും എഴുതുക, അല്ലാത്ത ഫംഗ്ഷൻസും ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ഫംഗ്ഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഔട്ട്പുട്ട് 1 തരുന്നത് ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കുമ്പോഴായിരിക്കും, അല്ല എന്നുള്ളപ്പോൾ 0 തരും. ഈ ഇസഡിന്റെ വാല്യൂ 0-നെക്കാട്ടിയും കൂടുതലാണെങ്കിൽ ആക്ടിവേഷൻ ഫംഗ്ഷൻ 1 ആക്കും, അല്ല എന്നുണ്ടെങ്കിൽ ആക്ടിവേഷൻ ഫംഗ്ഷന് 0 കൊടുക്കും. എന്നിട്ടായിരിക്കും ഔട്ട്പുട്ട് അവിടെ എത്തുക. അപ്പം ബേസിക്കലി മാത്തമാറ്റിക്കലി സ്പാം ആണെന്ന് നമ്മൾ ഇവിടെ എങ്ങനെയാ ചെക്ക് ചെയ്യുന്നത്? x1 ടൈംസ് w1 പ്ലസ് x2 ടൈംസ് w2 പ്ലസ് b. ഈ ഇസഡ് ഇത് 0-നെക്കാട്ടിയും ഗ്രേറ്ററോ ഈക്വലോ ആകുന്ന സമയത്താണ്. ഇവിടെ രണ്ടിടത്തും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പം ഈ ഒരു വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിലാണ് അത് സ്പാം ആണ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ അത് നോട്ട് സ്പാം എന്നാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇത് ഇൻപുട്ട് ലെയർ ആണ്, ഇത് ഔട്ട്പുട്ട് ലെയർ. അടുത്ത ഇനി നമുക്ക് എക്സാമ്പിൾ വെയിറ്റ് വാല്യൂസ് വെച്ച് നോക്കാം. w1നെ 5 വെക്കുകയാണ്. w1നെ 5 വെക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈ പോസിറ്റീവ് വെയിറ്റ് ഫോർ കീവേഡ്സ് കൊടുക്കണം. ജാക്ക്പോട്ട് അല്ലെങ്കിൽ കസീനോ എന്നൊക്കെ നമുക്ക് വേർഡ്സ് കൊടുക്കാം. അങ്ങനെയുള്ള വേർഡ്സിനെ നമ്മൾ ഹൈ പ്രയോറിറ്റി കൊടുക്കുകയാണ്. അതാണ് സ്പാം ആവാൻ കൂടുതൽ സാധ്യത എന്ന് നമ്മൾ പറയുകയാണ്, നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ആക്ച്വലി ഇത്രയും ഫീച്ചേഴ്സ് അല്ല, ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് സ്പാം ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എഫിഷ്യൻ്റ്ലി. ഇറ്റ്സ് എ വെരി സ്ട്രോങ് ഇൻഡിക്കേറ്റർ ഓഫ് സ്പാം. Even if other factors are neutral, this keyword alone could push the email towards being classified as spam. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് വളരെ ഒപ്റ്റിമം വേയിലാണ് വെയിറ്റ്സ് ചൂസ് ചെയ്യുക. ബാക്ക് പ്രൊപ്പഗേഷനിൽ നമ്മൾ അതിനെ ബെറ്റർ ആക്കിക്കൊണ്ട് ഇരിക്കും. w2 0.8 എടുക്കുകയാണ് നമ്മൾ അടുത്തത്. Moderate positive weight for exclamation marks. This indicates that a higher number of exclamation marks contributes to an email being spam, but not as strongly as presence of the specific keywords. Multiple exclamation marks will add to the spam score. അപ്പം നമ്മൾ ഇവിടെ വലിയ വാല്യൂ കൊടുത്തത് w1-നാണ്, w2-ന് ഒരു മോഡറേറ്റ് പോസിറ്റീവ് വാല്യൂ കൊടുത്തു, ഒരു ചെറിയ വാല്യൂ കൊടുത്തു. അതായത് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ മറ്റേ കീവേഡ്സിന്റെ അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. എന്നാലും മൾട്ടിപ്പിൾ എക്സ്ക്ലമേഷൻ മാർക്സ് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് സ്പാം സ്കോറിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ഫൈനലി അത് സ്പാം ആയിട്ട് ക്ലാസിഫൈ ചെയ്യുകയും ചെയ്യും. ഇവിടെ ബയസിന്റെ വാല്യൂ എടുത്തിരിക്കുന്നത്, ഇത് w2ന്റെ വാല്യൂ. ബയസിന്റെ വാല്യൂ ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് വാല്യൂ ആണ്, -3 ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ദിസ് ആക്ട്സ് ആസ് എ ഡിഫോൾട്ട് ഹാം ബയസ്. ഹാം എന്ന് പറയുന്നത് നമ്മൾ സ്പാം എന്ന് പറയുന്നത് പോലെ നോട്ട് സ്പാമിന് ഒരു സിംഗിൾ വേർഡ് ആയിട്ട് പറയാറുണ്ട്, അതിനെ പറയുന്നതാണ് ഹാം. നോട്ട് സ്പാം എന്നുള്ളതിനെ നമ്മൾ ഹാം എന്നും പറയാറുണ്ട്. ദിസ് ആക്ട്സ് ആസ് എ ഡിഫോൾട്ട് ഹാം ബയസ്. അപ്പം നമ്മൾ സ്പാമിന് വേണ്ടിയിട്ട് നെഗറ്റീവ് ബയസ് കൊടുക്കുകയാണെങ്കിൽ അത് ഹാം നോട്ട് സ്പാം എന്നുള്ളതിന്റെ പോസിറ്റീവ് ബയസ് ആയിട്ട് നമുക്ക് വിചാരിക്കാം. ദിസ് ആക്ട്സ് ആസ് എ ഡിഫോൾട്ട് ഹാം ബയസ്. സ്പാമിന് നമ്മളൊരു നെഗറ്റീവ് വാല്യൂ കൊടുക്കുമ്പോൾ അത് നോട്ട് സ്പാമിന്റെ സൈഡിലോട്ട് പോകും. It means that
unless there is significant positive evidence from the feature x1 and x2, the email will likely be classified as ham. അതായത് സ്പാം അല്ല. അത് സെൻസ് മേക്ക് ചെയ്യുന്നുണ്ടല്ലോ. സിഗ്നിഫിക്കൻസ് എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് സ്പാം ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഡിഫോൾട്ട് ആയിട്ട് ഒരു മെയിലിനെ സ്പാം ആക്കി വെച്ചാൽ അത് കുറച്ചുകൂടെ പാടായിരിക്കും. അപ്പൊ ഡിഫോൾട്ട് ആയിട്ട് മെയിൽസ് നോട്ട് സ്പാം ആണ്, ഹാം ആണ്. എന്നിട്ട് സിഗ്നിഫിക്കൻസ് എവിഡൻസ് കിട്ടുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ സ്പാം എന്ന് വിളിച്ച് സ്പാം സെറ്റിലോട്ട് വിടത്തുള്ളൂ. The feature needs to collectively overcome this negative bias to trigger a spam classification. ഇത് ആക്ച്വലി മീനിങ് മേക്ക് ചെയ്യുന്ന ഒരു ഡിസിഷൻ ആണ്. നമ്മൾ ബിനെ നെഗറ്റീവായിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ നെഗറ്റീവായിട്ട് കൊടുത്താലേ ഒരു ഇമെയിലിനെ നമ്മൾ ഡിഫോൾട്ടായിട്ട് നോട്ട് സ്പാം എന്ന് വിചാരിക്കത്തുള്ളൂ. ഈ x1ഉം x2ഉം ടുഗദർ കളക്റ്റീവ്ലി ഈ നെഗറ്റീവ് വാല്യൂവിനെ ഓവർകം ചെയ്ത് വന്നാലേ ഫൈനൽ ആൻസറിൽ നമ്മൾ വെയിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്ത് ബയസിനെ ആഡ് ചെയ്യുകയാണല്ലോ. അപ്പൊ ഈ ബയസ് നെഗറ്റീവ് ആണെങ്കിൽ ഈ ഫീച്ചർ കളക്റ്റീവ്ലി ഓരോ ഫീച്ചറും കളക്റ്റീവ്ലി എഫേർട്ട് എടുത്ത് പോസിറ്റീവ് അത്രയും വലിയ വാല്യൂസ് വന്നാലേ നമുക്കത് നോട്ട് സ്പാം എന്നുള്ളൊരു സൈഡിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് ബയസ് എടുക്കാനുള്ള കാരണം. അടുത്തതായി കുറച്ച് ഡിഡക്ഷൻസ് നോക്കാം. അതായത് ഒരു സ്പാമി ഇമെയിൽ എങ്ങനെയാണ്, ഒരു സ്ലൈറ്റ്ലി സസ്പിഷ്യസ് എങ്ങനെയാണ്, ഒരു നോർമൽ ഇമെയിൽ എങ്ങനെയാണ് കാൽക്കുലേഷൻസ് വരുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഫീച്ചർ x1 എടുത്തിരിക്കുന്നത് വേർഡ് ഉണ്ടോ നോക്കുന്നതാണല്ലോ. കാസിനോ അല്ലെങ്കിൽ ജാക്ക്പോട്ട് എന്നുള്ള വേർഡ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണല്ലോ. അങ്ങനത്തെ വേർഡ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻപുട്ട് നമുക്ക് 1 എന്ന് കൊടുക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ 0 എന്ന് കൊടുക്കാം. സെക്കൻഡ് ഇൻപുട്ട് നമ്പർ ഓഫ് എക്സ്ക്ലമേഷൻ മാർക്ക്, നമ്മൾ എത്ര എക്സ്ക്ലമേഷൻ മാർക്ക് അതിൽ ഡിറ്റക്ട് ചെയ്തു എന്നുള്ളതാണല്ലോ. ഇവിടെ ഇപ്പം 3 ആണ്, x2 3 ആണ്, ഇവിടെ x1 1 ആണ്. ഫൈനലി അതിൽ നമ്മൾ ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത് w ഇൻറ്റു എക്സ് പ്ലസ് ബി എന്നാണല്ലോ. പക്ഷെ ഇവിടെ 2 ഫീച്ചർ ഉണ്ട്. അതുകൊണ്ട് തന്നെ w ഇൻറ്റു x1 പ്ലസ് w1 ഇൻറ്റു x1 പ്ലസ് w2 ഇൻറ്റു x2 പ്ലസ് ബി, ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുക. ഒരു കോമൺ ആയിട്ട് വരുന്ന കൺഫ്യൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 2 ന്യൂറോണിൽ നിന്നാണല്ലോ അടുത്ത ന്യൂറോണിലോട്ട് പോവുക. അപ്പം ഇവിടെ ചിലർ ഡൗട്ട് പറയും, അതായത് 2 തവണ ബയസ് ആഡ് ചെയ്യേണ്ടതെന്ന്. ഒരു ന്യൂറോണിൽ നമ്മൾ ബയസ് ഒരിക്കൽ മാത്രമേ ആഡ് ചെയ്യത്തുള്ളൂ. പക്ഷെ നമ്മൾ ഓരോ ലെയറിൽ നിന്ന് അടുത്ത ലെയറിലോട്ട് പോകുമ്പോഴും ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഫൈനൽ ഔട്ട്പുട്ട് എത്തുമ്പോൾ മാത്രം, ഔട്ട്പുട്ട് ലെയർ എത്തുമ്പോൾ മാത്രമല്ല ബയസ് ആഡ് ചെയ്യുന്നത്, ഓരോ ന്യൂറോണിലും വെച്ച് ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ന്യൂറോണിൻ്റെ അകത്ത് നമ്മൾ ഒരിക്കൽ മാത്രമേ ആഡ് ചെയ്യത്തുള്ളൂ. ഈ ന്യൂറോണിൻ്റെ അകത്ത് നമ്മൾ ബയസ് ഒരിക്കൽ മാത്രമേ ആഡ് ചെയ്യത്തുള്ളൂ. മൾട്ടിപ്പിൾ ന്യൂറോൺസിൽ നിന്ന് അത് കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട് എങ്കിൽ നമ്മൾ ബയസ് ഒരിക്കൽ ആഡ് ചെയ്യത്തുള്ളൂ. അത് കാരണം -3 ഇവിടെ ഒരിക്കൽ ആഡ് ആവുന്നുള്ളൂ. അപ്പോൾ ഫൈനലി നമ്മൾ ഇതിൻ്റെ വാല്യൂസ് പ്ലഗ് ഇൻ ചെയ്യുമ്പോഴത്തേക്കും x1ൻ്റെ വാല്യൂ 1, ഫസ്റ്റിൻ്റെ വെയിറ്റ് 5.0, അടുത്തത് 3, അതിൻ്റെ വെയിറ്റ് 0.8. എന്നിട്ട് അതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് z 4.4 എന്ന് കിട്ടി. അത് 0യെ കാട്ടി നല്ല വലിയൊരു വാല്യൂ ആണ്. അപ്പം നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും? ഫൈനലി 1. ഇവിടെ ഇപ്പോൾ ഒരു ലെയറേ ഉള്ളൂ, അത് കാരണം നേരെ ഔട്ട്പുട്ട് അങ്ങ് വരികയാണ്, 1 കിട്ടും. ഇവിടെ ഒരു ലെയർ വഴിയേ ട്രാൻസ്മിറ്റ് ആവുന്നുള്ളൂ, ഒരു ഇൻപുട്ട് ലെയറും ഒരു ഔട്ട്പുട്ട് ലെയറും. അപ്പം ലെയർ ട്രാൻസ്ഫർ ഒരിക്കൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പം ഔട്ട്പുട്ട് ഡയറക്റ്റ്ലി അങ്ങ് വരികയാണ്. ഇൻപുട്ട് ലെയറും ഔട്ട്പുട്ട് ലെയറും മാത്രമേ ഉള്ളൂ. ഇവിടെ ഔട്ട്പുട്ട് വന്നത് 1 എന്നാണ്. അതിൻ്റെ അർത്ഥം ഇതൊരു സ്പാം ആണ്. ഇങ്ങനെയുള്ളൊരു കേസ് സ്പാം ആയിട്ട് ഡിറ്റക്ട് ചെയ്ത് വരും. അടുത്തത് സ്ലൈറ്റ്ലി സസ്പിഷ്യസ് ഇമെയിൽ. സ്ലൈറ്റ്ലി സസ്പിഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ഇവിടെ നോ ജാക്ക്പോട്ട് ഓർ കാസിനോ, പക്ഷെ 5 എക്സ്ക്ലമേഷൻ മാർക്ക് നമ്മൾ കണ്ടു. അപ്പം x1 0 ആണ്, പക്ഷെ x2 5 ആണ്. അങ്ങനെ അഗൈൻ ഈ സെയിം ഇക്വേഷൻ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് 0, 5.0 ഫസ്റ്റിൻ്റെ വെയിറ്റ്, 5 എക്സ്ക്ലമേഷൻ മാർക്സ്, 0.8 സെക്കൻഡിൻ്റെ വെയിറ്റ്. എന്നിട്ട് നമ്മളിവിടെ അതിൻ്റെ ബയസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ഇസഡിൻ്റെ വാല്യൂ ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇസഡിൻ്റെ വാല്യൂ ഫൈനലി 1 എന്ന് കിട്ടും. 1 എന്ന് കിട്ടുമ്പം അത് സ്പാം ആയിട്ടായിരിക്കും ഡിറ്റക്ട് ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് സ്ലൈറ്റ്ലി സസ്പിഷ്യസ് ഇമെയിൽ എന്ന് പറഞ്ഞത്? സ്ലൈറ്റ്ലി സസ്പിഷ്യസ് ഇമെയിൽ എന്ന് പറയാൻ കാര്യം ഒരു വളരെ ചെറിയ വാല്യൂ ആണ് കിട്ടിയത്. നമുക്കിവിടെ ഔട്ട്പുട്ട് 1 ആയിട്ട് കിട്ടിയത് z 1 ആയപ്പോഴാണ്. z 1 ആയപ്പോഴാണ് നമുക്ക് സ്പാം ആണെന്ന് കിട്ടിയത്. പക്ഷെ ഇവിടെ z 4.4 ആയപ്പോഴാണ് നമുക്ക് സ്പാം 1 ആണെന്ന് കിട്ടിയത്. രണ്ടിടത്ത് ഫൈനൽ ഔട്ട്പുട്ട് 0 or 1 ആയിരിക്കും. 0 or 1 എന്ന് പറയുന്നത് 0 നോട്ട് സ്പാം, 1 സ്പാം. അപ്പം രണ്ടിടത്തും ഔട്ട്പുട്ട് 0 or 1 ആയിരിക്കും. പക്ഷെ
വന്ന വാല്യൂ പീസ് വൈസ് ഫംഗ്ഷനിലോട്ട് കയറുന്നതിന് മുമ്പുള്ള വാല്യൂ അത് നമുക്ക് വെച്ചിട്ട് എത്ര റിലേറ്റീവ് ആയിട്ട് നോക്കാം. സ്പാം ആയതിൻ്റെ ആ ഒരു മാഗ്നിറ്റ്യൂഡ് നമുക്ക് കാണാൻ പറ്റും. 4.4 എന്ന് പറയുന്നത് വലിയൊരു വാല്യൂ ആണ്, എന്നാൽ 1 എന്ന് പറയുന്നത് ഒരു ചെറിയ വാല്യൂ ആണ്. അപ്പൊ സ്ലൈറ്റ്ലി സസ്പിഷ്യസ് ആണത്. പക്ഷെ അതിനെയും ഈ നെറ്റ്വർക്ക് ക്ലാസിഫൈ ചെയ്യുന്നത് സ്പാം ആയിട്ട് മാത്രമാണ്. കാര്യം ഇവിടെ ഔട്ട്പുട്ടിന്റെ അവിടെ ഒരു ന്യൂറോണേ ഉള്ളൂ. അപ്പൊ അതിന് സ്പാം നോട്ട് സ്പാം എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷനിൽ മാത്രമേ നമ്മൾ ഇൻക്ലൂഡും ചെയ്തിട്ടുള്ളൂ. ഒരു ന്യൂറോൺ മാത്രമേ ഉള്ളൂ എന്നുള്ളത് മാത്രമല്ല, പീസ് വൈസ് ഫംഗ്ഷന് വഴി നമ്മൾ 2 ഔട്ട്പുട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ, 0 or 1, സ്പാം നോട്ട് സ്പാം. നമുക്ക് വേണമെങ്കിൽ ഇത്ര റേഞ്ചിന്റെ അകത്തുള്ളത് സ്പാം, ഇത്ര റേഞ്ചിന്റെ അകത്തുള്ളത് നോട്ട് സ്പാം, ഇത്ര റേഞ്ചിന്റെ ഇടയിലുള്ളത് സ്ലൈറ്റ്ലി സസ്പിഷ്യസ് എന്നൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണമെങ്കിൽ. അതായത് ഇപ്പം 0ന്റെ താഴെയുള്ളതെല്ലാം സ്പാം, ഒരു 5 അല്ലെങ്കിൽ ഒരു 3 വരെ വാല്യൂ വരുന്നതെല്ലാം സ്ലൈറ്റ്ലി സസ്പിഷ്യസ്, പിന്നെ 3യുടെ മുകളിൽ വരുന്നതെല്ലാം സ്പാം. അങ്ങനെ നമുക്ക് ഒരു ഇത്തിരിയും കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വാല്യൂസും വേണമെങ്കിൽ പീസ് വൈസ് ഫംഗ്ഷൻ്റെ അകത്ത് കൊടുക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്ലൈറ്റ്ലി സസ്പിഷ്യസ് എന്നുള്ളൊരു കേസ് കൂടെ കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിലാരുടെ അവിടെയുള്ള ന്യൂറോൺസ് ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് പല രീതിയിൽ ഇതിനെ ബെറ്റർ ആക്കി എഫിഷ്യൻ്റ് ആക്കാം. അടുത്തതൊരു നോർമൽ ഇമെയിൽ. നോർമൽ ഇമെയിലിന് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ജാക്ക്പോട്ട്, കാസിനോ അങ്ങനെയുള്ള വേർഡ്സും ഇല്ല, എക്സ്ക്ലമേഷൻ മാർക്സും ഒന്നും തന്നെ ഇല്ല. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് 2ന്റെ വാല്യൂ 0 ആയിരിക്കും. ഈ 2 വാല്യൂ 0 ആയി പോകുമ്പോഴത്തേക്കും ബാക്കി ബയസിന്റെ ആ വാല്യൂ മാത്രമേ നിൽക്കത്തുള്ളൂ. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും എന്ത് പറ്റും? ഔട്ട്പുട്ട് മൈനസ് വാല്യൂ ആണ്, അപ്പം 0ന്റെ താഴെയാണ്, അപ്പം നോട്ട് സ്പാം എന്ന് ക്ലാസിഫൈ ചെയ്യപ്പെടും. ദിസ് ഇസ് കറക്റ്റ് ഫോർ എ നോർമൽ ഇമെയിൽ. നോർമൽ ഇമെയിലിൽ നമ്മൾ ഇങ്ങനെ ഒരു വാല്യൂ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക. ഇനി ഇവിടെ ഒരു എഡ്ജ് കേസ് ഉണ്ട്. എഡ്ജ് കേസ് എന്ന് പറയുന്നത് യൂഷ്വലി പ്രോബ്ലംസ് വരാൻ ഉള്ള സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. നമ്മുടെ ഒരു പ്രോഗ്രാമിലെ എഡ്ജ് കേസ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് അതൊരു ഇൻപുട്ടിൽ ഫെയിൽ ചെയ്യുന്നത്. ഒരു ഇൻപുട്ട് നമ്മളൊരു പ്രത്യേക തരം, നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതിയിട്ട് പല ഇൻപുട്ടിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുമല്ലോ. ഏതെങ്കിലും ഒരു ഇൻപുട്ടിൽ അത് തെറ്റി പോവുകയാണെങ്കിൽ അതൊരു എഡ്ജ് കേസ് ആണ്. ബാക്കി എല്ലാത്തിനും മാർക്ക് ചെയ്തു, പക്ഷെ ഈ ഇൻപുട്ടിൽ അതൊരു തെറ്റ് കാണിച്ചു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എൻ എഡ്ജ് കേസ്. ഇവിടെ ഒരു എഡ്ജ് കേസ് വരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. നോ ജാക്ക്പോട്ട് ഓർ കാസിനോ ഇങ്ങനെ ഒരു സംഭവം ഇല്ല ഇവിടെ. അപ്പം x1 0 ആവും. ഇവിടെ പക്ഷെ 3 എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്, അത് കാരണം തന്നെ x2 3 ആയി. ഇവിടെ എന്ത് പറ്റും? 0 ടൈംസ് 5.0, 3 ടൈംസ് 0.8 പ്ലസ് ബയസ്. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും z മൈനസ് 0.6 എന്ന് കിട്ടും. അത് നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പം അതൊരു ഹാം, അതായത് നോട്ട് സ്പാം എന്ന് ഇതിനെ കൺസിഡർ ചെയ്തു. ഇവിടുത്തെ പ്രശ്നം വരുന്നത് എന്താന്ന് വെച്ചാൽ, ഇൻ ദ സിനാരിയോ 3 എക്സ്ക്ലമേഷൻ മാർക്സ് ആറന്റ് ഇനഫ് ടു ഓവർകം ദ ബയസ് ആൻഡ് ആബ്സെൻസ് ഓഫ് കീവേഡ്സ്. ഈ 3 എക്സ്ക്ലമേഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ഈ -3 ഓവർകം ചെയ്യാൻ പറ്റിയില്ല. ഇതിനെ ഒരു എഡ്ജ് കേസ് എന്ന് പറയാൻ കാര്യം, നമ്മൾ ഈ ഒരു കേസിൽ നമ്മുടെ ഈ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടാക്കിയ സമയത്ത് പ്രസൻസ് ഓഫ് എക്സ്ക്ലമേഷൻ മാർക്കിനെ ഒരു സ്പാം ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. ആക്ച്വലി എക്സ്ക്ലമേഷൻ മാർക്സ് സ്പാം ഇമെയിൽസിൽ മാത്രമല്ല ഉള്ളത്. എന്നാൽ നമ്മളിവിടെ ഒരു ആർബിട്രറി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത് എക്സ്ക്ലമേഷൻ മാർക്ക് എന്ന് പറയുന്ന സ്പാമിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ടാണ്. അപ്പൊ ഇവിടെ 3 എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടായിട്ടും അത് സ്പാം ആയിട്ട് കണ്ടുപിടിച്ചില്ല. കാര്യം അതിന് കളക്റ്റീവ്ലി ഓവർകം ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെ ഇത് എഡ്ജ് കേസ് ആയിട്ട് പറയാൻ കാര്യം, നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്കിനെ ഒരു സ്പാമിന്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ്. ഇവിടെ അങ്ങനത്തെ അപ്പം ചില സമയത്ത് ഈ വാല്യൂസ് ഓവർകം ആയി എന്ന് വരില്ല. അങ്ങനെയുള്ളതൊക്കെ ഒരു എഡ്ജ് കേസ് ആയിട്ട് കുറച്ച് എററൊക്കെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഈ ബയസിന്റെയും വെയ്റ്റിന്റെയും ഒക്കെ വാല്യൂ ഒപ്റ്റിമൈസ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഗ്രേഡിയന്റ് ഡിസെന്റ്, സ്റ്റോക്കാസ്റ്റിക് ഗ്രേഡിയന്റ് ഡിസെന്റ് എന്നൊക്കെ പറഞ്ഞ പല മെത്തേഡ് വഴി നമ്മൾ ഇങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്ത് വാല്യൂ അപ്ഡേറ്റ് ചെയ്ത് നല്ലൊരു നെറ്റ്വർക്ക് ആക്കി എടുക്കാൻ ശ്രമിക്കും. അടുത്തതാണ് പെർസെപ്ട്രോൺ. ഇതിന്റെ പേര് കേൾക്കുമ്പം കുറച്ച് കട്ടിയുള്ള വാക്കായിട്ട് തോന്നുകയാണെങ്കിലും വളരെ സിമ്പിൾ ഒരു കോൺസെപ്റ്റ് ആണ്. പെർസെപ്ട്രോൺ എന്ന് പറഞ്ഞാൽ അത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം. അതിന്റെ ഒരു വളരെ സിമ്പിൾ കേസ് ആയിട്ട് നമുക്ക് ആലോചിക്കാം. A perceptron is a simple type of artificial neural network used for binary classification. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതപ്പോൾ ആക്ച്വലി ഒരു പെർസെപ്ട്രോൺ ആയിരുന്നു. നമ്മൾ തൊട്ട് മുമ്പ് ഉണ്ടാക്കിയത് ഒരു പെർസെപ്ട്രോൺ ആയിരുന്നു. പെർസെപ്ട്രോൺ ആവാനുള്ള കണ്ടീഷൻ എന്താ? ജസ്റ്റ് ഒരു ഇൻപുട്ട് ലെയറും ഒരു ഔട്ട്പുട്ട് ലെയറും മാത്രമേ കാണാവൂ.
ഇടയ്ക്ക് ഒരു ഹിഡൻ ലെയേഴ്സും കാണാൻ പാടില്ല. അത്ര മാത്രമേ കണ്ടീഷനുള്ളൂ. ഈ ഇൻപുട്ട് ലെയറിൽ എത്ര ന്യൂറോൺ വേണമെങ്കിലും കാണാം, ഔട്ട്പുട്ട് ലെയറിൽ എത്ര ന്യൂറോൺ വേണമെങ്കിലും കാണാം, അതൊരു പ്രശ്നമല്ല. പക്ഷെ ഹിഡൻ ലെയേഴ്സ് കാണാൻ പാടില്ല. അതാണ് പെർസെപ്ട്രോൺ. സിംപ്ലസ്റ്റ് ANN ആണ് പെർസെപ്ട്രോൺ. ഇതിനൊരു സെപ്പറേറ്റ് പേരായിട്ട് വരാൻ കാര്യം ആക്ച്വലി സയന്റിസ്റ്റ്സ് ആദ്യം പെർസെപ്ട്രോൺ ആയിരുന്നു കണ്ടുപിടിച്ചത്. പെർസെപ്ട്രോണിന്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് പിന്നെ എക്സ്പാൻഡ് ചെയ്ത് പുതിയ പുതിയ സംഭവങ്ങളിലേക്ക് വന്നത്. അപ്പം ഇതും ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ആണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. അത് കാരണം തന്നെ W×X+B വെയിറ്റും ബയസും ഒക്കെ അവിടെ തന്നെ ഉണ്ട്, ഒരു വ്യത്യാസവുമില്ല. ഫൈനലി Z എന്ന് പറയുന്നത് കഴിഞ്ഞ ലെയറിലുള്ള എല്ലാ ന്യൂറോൺസിന്റെയും ഈ വെയിറ്റ് ഇൻറ്റു ഇൻപുട്ട് പ്ലസ് ബയസ് ആഡ് ചെയ്തതായിരിക്കും. അതാണ് ഈ സിഗ്മ നൊട്ടേഷൻ വെച്ച് കാണിക്കുന്നത്. പിന്നെ അതിൽ ആക്ടിവേഷൻ ഫംഗ്ഷൻ അപ്ലൈ ആവുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സിഗ്മോയിഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ReLU ഒക്കെ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. സിഗ്മോയിഡ് അല്ലെങ്കിൽ ReLU ഒക്കെ നമ്മൾ അവിടെയും അപ്ലൈ ചെയ്യുന്നുണ്ട്. The only thing we have to consider here is that there is only one input layer and one output layer. There is no hidden layers in between. That's the only difference in perceptron. അല്ലെങ്കിൽ അത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുമായിട്ട് സെയിം ആണ്. ഇൻപുട്ട് ലെയർ, ഔട്ട്പുട്ട് ലെയർ. അടുത്തത് മൾട്ടി ലെയർ പെർസെപ്ട്രോൺ. പേര് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. മൾട്ടി ലെയർ പെർസെപ്ട്രോൺ എന്ന് പറയുമ്പോൾ സിംപ്ലി മൾട്ടിപ്പിൾ ഹിഡൻ ലെയേഴ്സ് കാണും. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്സുമായിട്ട് അനലോഗസ് ആയിരിക്കും. മൾട്ടി ലെയർ പെർസെപ്ട്രോൺ is analogous to an artificial neural network, ANN. It has multiple hidden layers. So ഇത് ANN തന്നെയാണ്. പിന്നെ ഈ പെർസെപ്ട്രോൺ എന്ന സെപ്പറേറ്റ് പേരൊക്കെ വരാൻ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ അതാണ് ആദ്യം കണ്ടുപിടിച്ചത്. അതിനുശേഷം മൾട്ടി ലെയർ പെർസെപ്ട്രോൺ വന്നിട്ടാണ് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്സിന്റെ ഒക്കെ ഐഡിയയിലേക്ക് എത്തിയത്. അത് കാരണം ഈ മൾട്ടി ലെയർ പെർസെപ്ട്രോൺ എന്ന് പറയുന്നതാണ് യൂഷ്വലി നമ്മൾ പറയുന്ന ANN. എന്നാൽ അതിൽ ഒരു ഇൻപുട്ട് ലെയറും ഒരു ഔട്ട്പുട്ട് ലെയറും മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ there is no hidden layers, then we can call it a single layer perceptron, അല്ലെങ്കിൽ we can simply call it perceptron. സിംഗിൾ ലെയർ പെർസെപ്ട്രോൺ ആൻഡ് മൾട്ടി ലെയർ പെർസെപ്ട്രോൺ എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് നമുക്ക് തന്നെ പറയാം. സിംഗിൾ ലെയർ പെർസെപ്ട്രോൺ ഓർ സിംപ്ലി പെർസെപ്ട്രോൺ എന്ന് പറയുന്നത് ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ട് മാത്രമേ കാണത്തുള്ളൂ. ഒരു ഇൻപുട്ട് ലെയറും ഒരു ഔട്ട്പുട്ട് ലെയറും മാത്രമേ കാണത്തുള്ളൂ. ഇൻപുട്ട് ലെയറിൽ എത്ര ന്യൂറോൺ വേണമെങ്കിലും കാണാം, ഔട്ട്പുട്ട് ലെയറിൽ എത്ര ന്യൂറോൺ വേണമെങ്കിലും കാണാം. എന്നാൽ മൾട്ടി ലെയർ പെർസെപ്ട്രോണിൽ നമുക്ക് ഒരുപാട് ലെയേഴ്സ് കാണാം. ഓരോ ലെയറിലും ഹിഡൻ ലെയേഴ്സിലൊക്കെ എത്ര വേണമെങ്കിലും ന്യൂറോൺസ് കാണാം. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ പെർസെപ്ട്രോൺ is considered the simplest network and hence it was discovered first and named so. Later a broader category of ANN was defined. അടുത്തതായിട്ട് ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക്, DNN. ഇത് നമുക്ക് കേൾക്കുമ്പം കോംപ്ലക്സ് ഒരു ടോപ്പിക് ആണെന്ന് തോന്നാം, പക്ഷെ വളരെ സിമ്പിൾ ആണ്. ഹിഡൻ ലെയേഴ്സിന്റെ എണ്ണം രണ്ടിൽ കൂടുതലാണെങ്കിൽ, രണ്ടിൽ കൂടുതലോ ആണെങ്കിൽ നമുക്കതിനെ ഡീപ്പ് നെറ്റ്വർക്ക് എന്ന് വിളിക്കാം. A deep neural network is a type of artificial neural network characterized by multiple hidden layers greater than or equal to 2 between ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ലെയേഴ്സ്. അപ്പോൾ സിംപ്ലി ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു ഇൻപുട്ട് ലെയറും ഒരു ഔട്ട്പുട്ട് ലെയറും മാത്രമേ ഉള്ളൂ. പിന്നെ ഇൻപുട്ട് ലെയറിൽ എത്ര ന്യൂറോൺ വേണമെങ്കിലും കാണാം, ഔട്ട്പുട്ട് ലെയറിൽ എത്ര ന്യൂറോൺ വേണമെങ്കിലും കാണാം. അങ്ങനത്തെ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ആണെങ്കിൽ നമുക്ക് അതിനെ പെർസെപ്ട്രോൺ എന്ന് വിളിക്കാം. ഇനി മൾട്ടിപ്പിൾ ലെയേഴ്സ് ഉണ്ട് പെർസെപ്ട്രോണിലെങ്കിൽ, ഹിഡൻ ലെയേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ അതിനെ നമുക്ക് മൾട്ടി ലെയർ പെർസെപ്ട്രോൺ എന്ന് വിളിക്കാം. അത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിന്റെ കോൺസെപ്റ്റുമായിട്ട് അനലോഗസ് ആണ്, സിമിലർ ആണ്. അത് തന്നെയാണ് ഈ മൾട്ടി ലെയർ പെർസെപ്ട്രോൺ. ഇനി ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇടയിലുള്ള ഹിഡൻ ലെയേഴ്സിന്റെ നമ്പർ, ഇറ്റ് ഈസ് ജസ്റ്റ് ദാറ്റ് the number of hidden layers is greater than or equal to 2. According to standard definitions, a network with at least 2 hidden layers qualifies as deep. Deep എന്ന് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ അതിന്റെ ഹിഡൻ ലെയേഴ്സ് ഗ്രേറ്റർ ദാൻ ഓർ 2 ആവണം എന്നാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ കൊടുക്കുക. ഇവിടെ നമ്മളിപ്പോൾ നേരത്തെ ഉപയോഗിച്ച ആക്ടിവേഷൻ ഫംഗ്ഷൻ ഒരു സിമ്പിൾ പീസ് വൈസ് ഫംഗ്ഷൻ ആയിരുന്നു. എന്നാൽ നമുക്ക് നോൺ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ വച്ചിട്ട് DNN-നെ ബെറ്റർ ആക്കാം, മച്ച് കോംപ്ലക്സ് ഡേറ്റ പാറ്റേൺസ് ഒക്കെ പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ ദീസ് ലെയേഴ്സ് ഓഫ് നോൺ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് എനേബിൾ DNNs ടു ലേൺ ഹൈറാർക്കിക്കൽ ഫീച്ചർ റെപ്രസെൻറ്റേഷൻസ്. ഹൈറാർക്കിക്കൽ ആയിട്ടുള്ള ഡേറ്റയൊക്കെ നമുക്ക് ഓർഗനൈസേഷണൽ ഡേറ്റ ഹൈറാർക്കിക്കൽ ഫീച്ചർ ആയിട്ടുള്ളതിനെ എല്ലാം നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ നോൺ ലീനിയർ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണെങ്കിലാണ് നമുക്ക് കോംപ്ലക്സ് പാറ്റേൺ ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുക. അത് കാരണം നമ്മൾ അങ്ങനത്തെ ആക്ടിവേഷൻ ഫംഗ്ഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് മച്ച് ബെറ്റർ, മച്ച് പവർഫുൾ നെറ്റ്വർക്ക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ നോൺ ലീനിയർ ആക്ടിവേഷൻ ഫംഗ്ഷൻസ് ആയിട്ട് യൂഷ്വലി ഉപയോഗിക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെ ReLU അല്ലെങ്കിൽ സിഗ്മോയിഡ് അല്ലെങ്കിൽ ടാൻ എച്ച്, ഹൈപ്പർബോളിക് ടാൻ പോലത്തെ ഫംഗ്ഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കോംപ്ലക്സിറ്റി കൂട്ടാൻ പറ്റും.
ട്രെയിൻഡ് വയ ബാക്ക് പ്രൊപ്പഗേഷൻ ആൻഡ് ഗ്രേഡിയന്റ് ഡിസെന്റ്. ഗ്രേഡിയന്റ് ഡിസെന്റ് എന്ന് പറയുന്നത് ഒരു ട്രെയിനിങ് മെത്തേഡാണ്. ബാക്ക് പ്രൊപ്പഗേഷൻ നേരത്തെ പറഞ്ഞ ഒരു ട്രെയിനിങ് മെത്തേഡാണ്. അപ്പൊ ഇങ്ങനെയുള്ള മെത്തേഡ്സ് ഒക്കെ വെച്ചിട്ടാണ് ജനറലി ഡീപ്പ് നെറ്റ്വർക്സിനെ ട്രെയിൻ ചെയ്തെടുക്കുന്നത്. DNN ട്രെയിൻ ചെയ്തെടുത്ത് അത് ഒരു മോഡലിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. ട്രെയിൻഡ് വയ ബാക്ക് പ്രൊപ്പഗേഷൻ ആൻഡ് ഗ്രേഡിയന്റ് ഡിസെന്റ് ടു അഡ്ജസ്റ്റ് വെയ്റ്റ്സ് ബേസ്ഡ് ഓൺ ലോസ്. ഇതിൽ ലോസ് ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ലോസ് ഫംഗ്ഷനെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് വെയ്റ്റിനെയും ബയസിന്റെയും ഒരു ബെസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗ്രേഡിയന്റ് ഡിസെന്റ് പോലത്തെ മെത്തേഡ്സ് ഉപയോഗിക്കും. അത് വെച്ചിട്ട് ഈ ബാക്ക് പ്രൊപ്പഗേഷൻ ഒരു ലേണിംഗ് മെത്തേഡാണ്. ബാക്ക് പ്രൊപ്പഗേഷൻ ആണ് മോസ്റ്റ് പോപ്പുലർ ആൻഡ് മോഡേൺ മെത്തേഡ്. അപ്പൊ ബാക്ക് പ്രൊപ്പഗേഷൻ വെച്ചിട്ട് നമ്മൾ ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്സിനെ ട്രെയിൻ ചെയ്തെടുക്കും. അതിൽ ഗ്രേഡിയന്റ് ഡിസെന്റ് പോലത്തെ മെത്തേഡ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അതിന്റെ വെയ്റ്റിനെയും ബയസിനെയൊക്കെ ബെറ്റർ ആക്കി എടുക്കാൻ പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ തീർക്കാം. ഇനി ആക്ച്വലി ഒരു വീഡിയോ കൂടെ വരുമ്പോഴത്തേക്കും ഈ മോഡ്യൂൾ തീരും. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.